എൻ്റെ അടുക്കൽ വരുവാൻ കഴിയുകയില്ല. നമ്മൾ ദൈവത്തെ തിരഞ്ഞെടുത്തല്ല, ദൈവം നമ്മളെ തിരഞ്ഞെടുത്ത് നമ്മളെ അടുപ്പിച്ചത് കൊണ്ടാണ് നമുക്ക് കർത്താവിൻ്റെ സാന്നിധ്യത്തിലേക്ക് അടുത്തു വരാൻ കഴിയുന്നത്. ഒരാഴ്ച മുഴുവൻ ദൈവം നമ്മളെ ഓരോ ദിവസവും വഴി നടത്തിയതിനായിട്ട് നമുക്ക് ദൈവത്തെ സ്തോത്രം ചെയ്യാം. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ആപത്തനർത്ഥങ്ങളിലൊക്കെ ദൈവം നമ്മളെ പിടിപ്പിച്ചു. ആയിരിക്കുന്ന ജോലി മണ്ഡലങ്ങളിൽ, കുടുംബത്തിൽ ദൈവം നമ്മളെ സൂക്ഷിച്ചു. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അനവധി വിഷയങ്ങളുടെ മധ്യേ ആയിരുന്നപ്പോഴും ആമേൻ, അതിലെല്ലാം ആ തിരമാലകൾ നമ്മളെ തൊടുവാനിടയാകാതെ കർത്താവിൻ്റെ കരുതൽ നമ്മളെ സൂക്ഷിച്ചതിനെ ഓർത്ത് ദൈവത്തെ സ്തോത്രം ചെയ്യാം. ശത്രുവിൻ്റെ പദ്ധതികളെ ദൈവം തകർത്ത് കളഞ്ഞതിനായിട്ട് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ആ സ്നേഹനിധിയായ പിതാവിനെ, ആ സാന്നിധ്യം ഒന്ന് രുചിച്ചറിയുവാൻ നമ്മുടെ ഹൃദയങ്ങളെ താഴ്ത്തി ദൈവ സാന്നിധ്യത്തിലേക്ക് നമുക്ക് അടുത്തു വരാം. ഒരു നുറുങ്ങിയ ഹൃദയത്തോടെ നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അടുത്തു വരാം. ഒരു ദിവസം ആ സന്നിധിയിലായിരിക്കുന്നത് 1000 ദിവസം ദുഷ്ടൻ്റെ കൂടാരത്തിൽ വസിക്കുന്നതിനേക്കാളും കാമ്യമാണെന്ന് സങ്കീർത്തനക്കാരൻ പറയുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവേ അവിടുത്തെ സാന്നിധ്യം ഞങ്ങൾക്ക് കർത്താവെ അനുഭവിച്ചറിയുവാനിടയാക്കണമേ. ഹല്ലേലൂയ. അവിടുന്ന് ഞങ്ങളുടെ മധ്യേ വരണമേ, ഞങ്ങളുടെ മധ്യേ അവിടുത്തെ സാന്നിധ്യം കൂടുതൽ വെളിപ്പെടുത്തണമേ. ഇന്ന് ആവശ്യമായിരിക്കുന്ന കൃപയെ ഞങ്ങളുടെ മേൽ പകരണമേ. ആ ദൈവശക്തിയില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയത്തില്ല. എൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്നറിയുവാൻ ആ ദൈവശക്തി നമ്മുടെ മേൽ പകരപ്പെടുവാൻ, ആത്മശക്തി ആ ദൈവം നമ്മൾ നിറയ്ക്കുവാൻ, പരിശുദ്ധി ആത്മാവിൻ്റെ നിറവ് അനുഭവിക്കുവാൻ, ഹല്ലേലൂയ, ആ ശബ്ദം നമ്മൾ കേൾക്കുവാൻ, അതാ നമ്മൾ ഇടയാക്കാൻ പോകുന്ന ആവശ്യമായിരിക്കുന്ന ആ ദൈവിക ശക്തി ഇന്ന് പ്രാപിക്കുവാൻ, ആ കൃപ പ്രാപിക്കുവാൻ, കർത്താവിൻ്റെ ആത്മാവ് നമ്മൾ ഇന്ന് വീണ്ടും ഇടപെടുവാനായിട്ട് നമുക്ക് ഹൃദയങ്ങളെ താഴ്ത്താൻ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. നമ്മൾ കടന്നു വന്നിരിക്കുന്ന നമ്മുടെ ഒരു പ്രവൃത്തിയും അല്ലെന്ന് തിരിച്ചറിയുമ്പോൾ അതേ കർത്താവ് ക്രൂശിൽ ചെയ്ത ആ പ്രവൃത്തി മാത്രമാണ് നമുക്ക് ആ കർത്താവ് ആയിരിക്കുന്ന സ്ഥാനങ്ങൾ നമ്മളെ ആക്കി തീർത്തതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, നമ്മുടെ ഒരു പ്രവൃത്തിയുമല്ല, നമ്മുടെ ഒരു നേർച്ച കാഴ്ചകളുമല്ല, നമ്മുടെ ഒരു പുണ്യപ്രവൃത്തിയുമല്ല, നമ്മൾ തന്നെയുള്ള ഒരു നന്മയുമല്ല, കർത്താവിൻ്റെ നന്മ മാത്രമാണ്, ദൈവത്തിൻ്റെ പ്രവൃത്തി മാത്രമാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് നമ്മൾ രക്ഷിക്കപ്പെട്ടത്. കൃപയാലത്രേ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. സ്തോത്രം. വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ. അതിന് നിങ്ങൾ കാരണമല്ല, ദൈവത്തിൻ്റെ ദാനം മാത്രമാണ്, ദൈവത്തിൻ്റെ ദാനം മാത്രമാണ്, ദൈവത്തിൻ്റെ ഗിഫ്റ്റ് മാത്രമാണ്. ഹല്ലേലൂയ. തിരിച്ചറിയുന്നവരുണ്ടെങ്കിൽ പകൽ കർത്താവിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. അവിടുത്തെ ദാനമില്ലാത്ത ദാനത്തിനായി സ്തോത്രം, അവിടുത്തെ അളവില്ലാത്ത കൃപയ്ക്കായി സ്തോത്രം. ഇന്ന് ആവശ്യമായിരിക്കുന്ന കൃപ ധാരാളമായി നമ്മുടെ മേൽ പകരുവാൻ കർത്താവ് ആഗ്രഹിക്കുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ആ കൃപ ഞങ്ങളുടെ മേൽ പകരണമേ, ആ ശക്തിയെ ഞങ്ങളുടെ മേൽ നിറക്കണമേ. ഹല്ലേലൂയ. എന്ന് ഞങ്ങളെ ഒന്ന് ബലപ്പെടുത്തണമേ. ഹല്ലേലൂയ. ശക്തിപ്പെടുത്തണമേ. കടന്നു വന്നതുപോലെ ഞങ്ങൾ മടങ്ങി പോകാതെ ഇടയാക്കുവാനായിട്ട് ഒരു ആത്മനിറവ് പ്രാപിച്ച്, ഒരു ദൈവകൃപ പ്രാപിച്ച്, ഒരു ശുദ്ധീകരണം പ്രാപിച്ച്, ഹല്ലേലൂയ, സ്തോത്രം, കഥാനം നല്ല സാക്ഷികളായി വെളിച്ചങ്ങളായി തീരുവാൻ തക്കവണ്ണം ഈ ദിവസങ്ങൾ ഇടയാക്കുവാനായിട്ട് ആമേൻ, ആ കൃപ മാത്രമേ നമുക്ക് ആവശ്യമുള്ളത്. ഹല്ലേലൂയ. അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മെ ക്രിസ്തുവിനോട് കൂടെ ജീവിപ്പിക്കുകയും കൃപയാൽ നമ്മളെ രക്ഷിക്കപ്പെടുകയും ചെയ്യുവാൻ തക്കവണ്ണം ഇടയാക്കിയ ദൈവത്തെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് മഹത്വം കൊടുക്കാം. സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എന്നൊരു ബലിയോ അല്ല, ഹല്ലേലൂയ, ആവശ്യമില്ല. ഒരു നേർച്ച കാഴ്ചകൾ ആവശ്യമില്ല. ഹല്ലേലൂയ. ദൈവ സന്നിധിയിലേക്ക് ഓടി വരാൻ കഴിയുന്നത് ആ പരിശുദ്ധ രക്തത്താൽ മാത്രമാണെന്ന് തിരിച്ചറിയുമ്പോൾ ഹല്ലേലൂയ, ഒരിക്കലായി ചൊരിഞ്ഞ ആ കാൽവരി കുരിശിലെ രക്തത്തിനായിട്ട് നമുക്ക് ദൈവത്തെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ഒരിക്കലായി പരമേൽപ്പിക്കപ്പെട്ട ശുശ്രൂഷയ്ക്കായിട്ട് ആ ഹല്ലേലൂയ സുവിശേഷത്തിനായിട്ട് ദൈവത്തെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ, നമുക്ക് കർത്താവിനെ ഒരുമിച്ച് നമ്മുടെ വായികളെ തുറന്ന് കർത്താവിനെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വാഗ്ദത്തത്തിന്റെ അവകാശികളാക്കി ദൈവം നമ്മളെ മാറ്റിയതിനായിട്ട്, ആ ക്രിസ്തുവിന്റെ വാഗ്ദത്തത്തിന്റെ അവകാശികളാക്കി ദൈവം നമ്മളെ മാറ്റിയതിനായിട്ട് ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പിതാവ് ആകർഷിക്കാതെ ആർക്കും കടന്നു വരാനാണ് കൃപ. സ്തോത്രം, സ്തോത്രം. ദൈവം നമ്മളെ ആകർഷിച്ചിട്ടാണ് നമ്മളൊന്ന് കടന്നു വന്നിരിക്കുന്നത്. ദൈവത്തെ ആരാധിക്കുന്നത്. സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരുമിച്ച് ചേർന്ന് ഒരു പാട്ട് പാടി കർത്താവിനെ മഹത്വപ്രദമായിരിക്കുന്ന സ്ഥാനം നമുക്ക് എഴുന്നേറ്റുന്നുണ്ട്. കർത്താവിനെ മഹത്വം കൊടുക്കാം. Presence you call
transgression, who will stand? Sing of grace, we are cleansed by the blood of the Lamb, of the Lamb. By grace can we enter, only by grace can we stand. അതിനു മുമ്പിൽ നിൽക്കുമാറാക്കുന്നത് By your grace we
വാഴ്ത്തുമെന്നും നിൻ മഹാകൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടുന്നു. നാശമില്ലാത്ത ഒരു അവകാശം, ഉത്തമ സമ്പത്ത്, ഭാഗ്യസന്നിധി. നല്ല കർത്താവിനെ ആരാധിക്കുവാൻ ദൈവം നൽകിയ നല്ല സമയത്തിനായിട്ട് ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. വീണ്ടും ബന്ധവനായ ദൈവത്തിൻ്റെ പുത്രനായ യേശുക്രിസ്തുവിൻ്റെ മുസ്ലിമരുടെ നാമത്തിലുള്ള സ്നേഹത്തെയും ബന്ധനത്തെയും കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരിക്കൽ കൂടി അറിയിക്കുവാൻ കർത്താവെന്ന ഭാഗ്യത്തിനായിട്ട് ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. നമുക്ക് ഇന്നത്തെ തിരുവചന ചിന്തകൾക്കായിട്ട് ഒന്ന് ശമൂവേൽ പ്രവാചകൻ്റെ പുസ്തകം അതിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം വായിക്കാം. 1 ശമൂവേൽ 3:10. നമുക്ക് സുപരിചിതമായൊരു വേദവാക്യമാണ്. സ്തോത്രം. ശമൂവേൽ പ്രവാചകനോട് ദൈവം ഇടപെടുന്നൊരു ഭാഗമാണ് നമ്മൾ വായിച്ചത്. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിച്ച ഒരു വേദഭാഗത്തിൽ നിന്നും തുടർമാനമായിട്ട് സംസാരിക്കുവാൻ നമ്മൾ പറഞ്ഞിരുന്നല്ലോ. ദൈവസ്ഥിതി നമ്മൾ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുകയോടെ ചെയ്യണം. അല്ലെങ്കിൽ അതുകൊണ്ട് അത് ചെയ്യാനുള്ളൊരു കർത്തവ്യം എനിക്കുണ്ട്. സ്തോത്രം. അപ്പോൾ അത് ജീവിതങ്ങളിലവർക്കും അനുഗ്രഹമായി മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അത് ദൈവിക പദ്ധതിയാക്കി ഞാൻ കാണുന്നു. സ്തോത്രം. അതിനായിട്ട് കർത്താവ് നമ്മളെല്ലാവരും ഈ ദിവസങ്ങളിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനായിട്ട് നമുക്ക് ദൈവത്തെ സ്തോത്രം ചെയ്യാം. കർത്താവ് നമ്മളോട് സംസാരിക്കാം. പഴയ നിയമത്തിൽ നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ കേട്ട കാര്യം വീണ്ടും ഒന്നുകൂടി കേട്ടുന്നിരിക്കും. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിനാക്കി ദൈവം മാറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മളോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നു. പഴയ നിയമത്തിൽ ദൈവം പ്രവാചകന്മാരോട് സംസാരിച്ചിരുന്നു. അതുകൊണ്ടാണ് ശമൂവേൽ പ്രവാചകനോട് ദൈവം ഇടപെടുന്നുണ്ട്, അല്ലെങ്കിൽ മോശയോട് ദൈവം ഇടപെടുന്നുണ്ട്. അങ്ങനെ ചുരുക്കമായിട്ടുള്ള ചിലരോട് മാത്രം ദൈവം ഇടപെട്ടുകൊണ്ടിരുന്നപ്പോൾ പുതിയ നിയമത്തിൽ തൻ്റെ ജനത്തോട് ദൈവസഭയിലുള്ള എല്ലാവരോടും സംസാരിക്കുവാൻ, അവരെ വഴി നടത്തുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അതൊരു ഭാഗ്യ പദവിയാണ്. അത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹമാണ്. ഹല്ലേലൂയ. പക്ഷേ ഇന്ന് പലപ്പോഴും ദൈവമക്കൾക്ക് ദൈവസഭയിൽ പലർക്കും അതുകൊണ്ട് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ചിലർക്ക് ദൈവം സംസാരിക്കുക, അല്ലെങ്കിൽ ദൈവം എങ്ങനെ സംസാരിക്കുന്നത്, ദൈവം സംസാരിച്ചുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. പക്ഷേ ആ ദൈവശബ്ദം എന്താണെന്ന് വിവേചിച്ച് മനസ്സിലാക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ലോകത്തിൽ വെച്ച് കിട്ടാവുന്ന ഏറ്റവും വലിയ ഭാഗ്യമാണ് ഉലകത്തിൻ്റെ ഉടയവനായ ദൈവം കേവലം മണ്ണ് മാത്രമായ മനുഷ്യനോട് ശ്വാസം മാത്രമായിരിക്കുന്ന നമ്മളോട് സംസാരിക്കുക. ഹല്ലേലൂയ. അതിന് നമ്മുടെ ജീവിതത്തിൽ ആഗ്രഹമുണ്ടെങ്കിൽ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, അനേക ശബ്ദങ്ങൾ ഞാൻ കേട്ടു, എന്നാൽ ഇന്ന് ഈ ദിവസങ്ങളിൽ ദൈവശബ്ദം കേൾക്കുവാൻ എന്നെ സഹായിക്കണമേ. ഓരോ ദിവസവും അവിടുന്ന് തന്നെ വഴി നടത്തണമേ. ആ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നമ്മൾ നഷ്ടപ്പെട്ട ചിലത് ഈ ദിവസങ്ങളിൽ മടങ്ങി വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ശത്രു അപഹരിച്ചുകൊണ്ട് പോയത് ചിലത് ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കരങ്ങളിലേക്ക് മടക്കി തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ വിശ്വാസത്തെ ഏറ്റെടുക്കാനും പറയാനും തയ്യാറാണെങ്കിൽ ആമേൻ. അത് കേൾക്കുന്നവരുടെ ജീവിതത്തിലും പറയുന്ന വ്യക്തിയുടെ ജീവിതത്തിലും അത് സംഭവിച്ചിരിക്കും. ആമേൻ. നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹം ഇന്ന് ഈ വചനം കേട്ട് തീരുമ്പോൾ, അല്ലെങ്കിൽ അങ്ങനെ ആഗ്രഹമില്ലെങ്കിൽ നമ്മുടെ ഒരു ആഗ്രഹം, കർത്താവേ, അവിടുത്തെ ശബ്ദം എനിക്ക് കേൾക്കണം, അവിടുന്ന് എന്നോട് ഇടപെടണം. ലോകത്തിൽ ആരും എൻ്റെ കൂടെ ഇല്ലെങ്കിലും ദൈവശബ്ദം കേൾക്കുന്നൊരു വ്യക്തിക്കറിയാം
സ്തോത്രം. ഞാൻ ഒരിക്കലും നഷ്ടപ്പെട്ടു പോകത്തില്ല, ഞാൻ ഒരിക്കലും തകർന്നു പോകത്തില്ല. എൻ്റെ ദൈവം എന്നോട് കൂടെയുണ്ട്. ആ ദൈവം എന്നോട് ഇടപെടുന്ന ദൈവമാണ്. ആ ദൈവം എന്നോട് കൂടെ നടക്കുന്ന ദൈവമാണ്. ആ ദൈവം എന്നോട് കൂടെ ഇരിക്കുന്ന ദൈവം. ആ ദൈവം എന്നെ സൗഖ്യമാക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ഇന്ന് ദൈവം സൗഖ്യമാക്കണമെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു കർത്താവിനെ സൗഖ്യമാക്കാൻ കഴിയും. ഹല്ലേലൂയ. എത്ര വലിയ രോഗമാണെങ്കിലും എൻ്റെ യേശു സൗഖ്യമാക്കിക്കൊണ്ടിരിക്കുകയാണ്. വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ കർത്താവ് സൗഖ്യമാക്കിയിരിക്കും. സ്തോത്രം. ദൈവിക പദ്ധതിയിലല്ലാത്ത ഒന്നും എൻ്റെ ജീവിതത്തിൻ്റെ മേൽ അത് നിലനിൽക്കത്തില്ല. അതല്ലാത്തതെല്ലാം കർത്താവ് വിട്ടുമാറുവാൻ തക്കവണ്ണം ദൈവം ഇടയാക്കും. ദൈവം പുതിയ നിയമത്തിൽ ലേക്ക് വരുമ്പോൾ നീണ്ട ഒരു 400 വർഷത്തിൻ്റെ ഒരു നിശബ്ദതയ്ക്ക് ശേഷം പഴയ നിയമത്തിലെ അവസാനത്തെ പ്രവാചകനായിരിക്കുന്ന യോഹന്നാൻ അപ്പോസ്തലനിലൂടെ ദൈവം മാനവരാശിയോട് ഇടപെട്ടു. സ്തോത്രം. വഴിയൊരുക്കാൻ പറഞ്ഞിട്ട് കർത്താവായ യേശു ക്രിസ്തുവിന് വേണ്ടി വഴിയൊരുക്കിക്കൊണ്ട് ആമേൻ ആ ബാറ്റൺ പുതിയ നിയമത്തിന് കൈമാറിക്കൊണ്ട് അദ്ദേഹം ആ വേദിയിൽ നിന്ന് പ്രത്യക്ഷനായി. സ്തോത്രം. പിന്നീട് ദൈവരാജ്യം സ്ഥാപിതമാകുകയാണ്. ആ ദൈവരാജ്യത്തിനകത്ത് ദൈവമക്കളെ ദൈവമാക്കി തീർത്തിരിക്കുകയാണ്. അതൊരു വലിയ സ്ഥാനമാണ്, അതൊരു വലിയ ഭാഗ്യമാണ്. ഹല്ലേലൂയ. അങ്ങനെ തിരിച്ചറിയുന്നവരുണ്ടെങ്കിൽ ഒരിക്കൽ കൂടി കർത്താവിന് നന്ദി പറയാം. കർത്താവേ, എന്നെ ആമേൻ സ്തോത്രം ആ ദൈവരാജ്യത്തിനകത്ത് ആക്കി തീർത്തതിനായിട്ട് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. സ്തുതിക്കുവാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിലൊരു കാര്യമാണ് കർത്താവ് ദൈവരാജ്യത്തിനാക്കി എന്നുള്ളത്. അപ്പോൾ ആ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ കൂടെ വരുമ്പോൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് വരുന്ന ദൈവിക അനുഗ്രഹങ്ങളും ഭാഗ്യങ്ങളുമൊക്കെ നമുക്ക് ഇതിനകത്ത് പറഞ്ഞു തീർക്കുവാൻ കഴിയത്തില്ല. പക്ഷേ ദൈവം നമ്മളോട് ഇടപെടുവാൻ, അല്ലെങ്കിൽ ദൈവം നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ദൈവശബ്ദം നമ്മൾ കേൾക്കുവാൻ എങ്ങനെ ഇടയാകും എന്നതിനെപ്പറ്റി പറഞ്ഞൊന്ന് മനസ്സിലാക്കാനും അറിയുവാനുമാണ് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. വചനം പറയുമ്പോഴും വചനം വായിക്കുമ്പോഴും വചനം പ്രിപ്പയർ ചെയ്യുമ്പോഴും എൻ്റെയും ഈ പറയുന്ന ആളുടെയും ജീവിതത്തിൽ ഇതൊന്ന് മനസ്സിലാക്കി എടുക്കുവാനുള്ളൊരു ശ്രമമാണ്. ഹല്ലേലൂയ. അപ്പോൾ അതിനകത്തുനിന്ന് നമുക്ക് ചിലതൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ശത്രുവിൻ്റെ നമ്മുടെ മേൽ ഉള്ള പദ്ധതികൾ അത് തകർന്ന് വിട്ടുമാറുവാൻ തക്കവണ്ണം ഇടയാകും. ഹല്ലേലൂയ. അപ്പോൾ ആ ദൈവശബ്ദം നമ്മളോട് ഇടപെടുവാൻ ആമേൻ അന്ത്യനാളുകളിൽ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ദൈവം നമ്മളോട് സംസാരിക്കുന്നു. ഹല്ലേലൂയ. അത് ഒരാളോടല്ല, ഇതിനകത്തിരിക്കുന്ന വിശ്വാസികളായിരിക്കുന്ന എല്ലാവരോടും ദൈവസഭയോട് ദൈവം സംസാരിക്കുകയാണ്. അതെ, അത് ഒരു ദിവസമല്ല, എല്ലാ നേരവും ഞാനുമായിട്ടൊരു സഹവർത്തിത്വത്തിലേക്ക് എനിക്ക് നടക്കണം. എനിക്ക് ഐ വാണ്ട് ടു വാക്ക് വിത്ത് ഗോഡ്, ഐ വാണ്ട് ടു ഹിയർ ഫ്രം ഗോഡ്. ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കർത്താവ് നമ്മളോട് സംസാരിച്ചിരിക്കും. ആമേൻ. അതിൻ്റെ ചില കാര്യങ്ങളൊക്കെ നമുക്കറിയാം. പക്ഷേ ഒരു പക്ഷേ ഇന്ന് അറിയാൻ മേലാത്ത ഏതെങ്കിലും കാര്യമുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുവാൻ ഇടയായാൽ അവിടെ നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു സെക്യൂരിറ്റി കിട്ടും, ഒരു വിശ്വാസം വർദ്ധിക്കും, ഒരു സന്തോഷം വരും, ഒരു സമാധാനം വരും, ഒരു ആശ്വാസം കിട്ടും. അത് കൂടുതൽ വേണ്ടേ? സ്തോത്രം. എല്ലാം ഉണ്ടായിട്ടും ഇന്ന് ആശ്വാസമില്ലാത്ത ഒരുപാട് പേര് ലോകത്തിലുണ്ട്. പക്ഷേ ഇന്ന് പലതും ഇല്ലെങ്കിലും അതിൻ്റെ മധ്യേയും ആശ്വാസവും സമാധാനവുമായിട്ട് നമ്മളെ മുന്നോട്ട് നയിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവം നമ്മളോട് കൂടെ ഉണ്ടെങ്കിൽ ഇന്ന് ഭയപ്പെടേണ്ട ആവശ്യമില്ല. ദൈവം പറയുന്നത് എല്ലായ്പ്പോഴും ഞാൻ നിന്നെ നടത്തും. ആമേൻ. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ജീവിച്ചപ്പോൾ പിതാവുമായിട്ട് നിരന്തരമായ ഒരു കണക്ഷൻ ഉണ്ടായിരുന്നു. കൊച്ചുമൻ സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. പിതാവുമായിട്ട് ഒരു കണക്ഷൻ ഉണ്ടായിരുന്നു, നിരന്തരമായ ഒരു വാക്കായിരുന്നു. അപ്പം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരു നിരാശ വരുന്നത് അല്ലെങ്കിൽ ഒരു വിഷമം വരുന്നുണ്ടെങ്കിൽ
പിതാവുമായിട്ടുള്ള കണക്ഷൻ പോയപ്പോഴാണ്. അതുകൊണ്ടാണ് യേശു ക്രിസ്തു എപ്പോഴും പിതാവേ എന്ന് വിളിച്ചുകൊണ്ടിരുന്ന യേശു കാൽവിട ക്രൂശിൽ മാനവരാശിയുടെ പാപം മുഴുവൻ ശരീരത്തിൽ ഏറ്റെടുത്തപ്പോൾ പിതാവുമായിട്ടുള്ള കണക്ഷൻ പോയെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. പിതാവുമായിട്ടുള്ള കണക്ഷൻ പോയപ്പോഴത്തേക്കും കർത്താവ് വിളിച്ച് കരയുകയാണ്, ദൈവമേ ദൈവമേ എന്തുകൊണ്ട് നീ എന്നെ കൈവിട്ടു. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ തൻ്റെ അപ്പച്ചൻ്റെ ശാസ്ത്രങ്ങൾ എപ്പോഴും കേൾക്കുകയും നിരന്തരമായി കൂടെ നടക്കുകയും ചെയ്തിട്ട് ഒരു നിമിഷത്തിൽ ആ ദൈവ സാന്നിധ്യം നഷ്ടപ്പെട്ടു പോയപ്പോൾ കർത്താവിൻ്റെ ജീവിതത്തിലേക്ക് ആമേൻ ഒരു മനുഷ്യനായി തീരുമ്പോൾ അവിടെ ആ പിതാവുമായിട്ടുള്ള കൂട്ടുബന്ധം വിച്ഛേദിക്കപ്പെടുകയാണ്. പിന്നെ പാതാളത്തിലേക്ക് കർത്താവ് 3 ദിവസം ഇറങ്ങിപ്പോയതായിട്ട് നമുക്കറിയാം. അപ്പോൾ ഒരു വ്യക്തിയുടെ ലോകത്തിൽ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു വ്യക്തി ഉണ്ടെങ്കിൽ എന്ന് ലോകം എത്ര സക്സസ്ഫുൾ ആണെന്ന് പറഞ്ഞാൽ ദൈവം അതിനെ കണക്കിലെടുക്കത്തില്ല. TV-യിൽ പേര് വന്നെന്ന് പറഞ്ഞാലും ഒരുപാട് പ്രസംഗങ്ങൾ ചെയ്തെന്ന് പറഞ്ഞാലും ഭൂതങ്ങളെ പുറത്താക്കിയെന്ന് പറഞ്ഞാലും കർത്താവിന് മുമ്പിൽ ചെല്ലുമ്പോൾ കർത്താവ് ചോദിക്കും, നമുക്കറിയാം കർത്താവ് ചോദിക്കുന്നുണ്ട്, നിന്നെ ഞാൻ അറിയുന്നില്ല, ലോകം അറിഞ്ഞു, പക്ഷേ നിന്നെ എനിക്ക് അറിയത്തില്ല. സ്തോത്രം. അതിലേക്ക് നമുക്ക് പോകേണ്ട ആവശ്യമില്ല. ആമേൻ. അപ്പോൾ നമ്മുടെ കാണുന്ന സക്സസ് അല്ല ദൈവത്തിൻ്റെ സക്സസ്. ഇന്ന് നമുക്ക് ജീവിതത്തിൽ നമുക്കൊരാഗ്രഹം നമുക്ക് കർത്താവ് തരട്ടെ, ദൈവം ആഗ്രഹിക്കുന്ന ഒരു ജയകരമായ ജീവിതം. ആമേൻ. പണത്തിനോ പെരുമയ്ക്കോ അല്ലെങ്കിൽ ഉന്നതിക്കോ സ്ഥാനമാനങ്ങൾക്കോ തരുവാൻ കഴിയാത്തത് എൻ്റെ ജീവിതത്തിൻ്റെ മേൽ തരുന്ന ഒരു ദൈവമുണ്ട്. ദൈവം ആഗ്രഹിക്കുന്ന ഒരു ദൈവികമായ നടത്തിപ്പുകൾക്കുള്ളിൽ എൻ്റെ ജീവിതമായി തീരുന്നുണ്ടെങ്കിൽ എൻ്റെ ജീവിതത്തിന് അർത്ഥം വരും, ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുകയും ചെയ്യും. ഹല്ലേലൂയ. അവിടെ കർത്താവിൻ്റെ ഈ ഭൂമിയിൽ നിന്ന് വിട്ടുപോകുമ്പോൾ ശിഷ്യന്മാർക്ക് കർത്താവ് പോവുകയാണ്, അവരുടെ ജീവിതത്തിൽ നിരാശ വന്നു. അതുകൊണ്ടാണ് നിങ്ങൾ മനസ്സ് കലങ്ങിപ്പോകരുത്. അവർക്ക് കർത്താവുമായിട്ടുള്ള അദമ്യമായ കൂട്ടുബന്ധം നഷ്ടപ്പെടുകയാണെന്ന് മനസ്സിലായപ്പോൾ അവരുടെ മനസ്സ് കലങ്ങിപ്പോയി. അപ്പോൾ യേശു പറഞ്ഞു, നിങ്ങളുടെ മനസ്സ് കലങ്ങരുത്, ഞാൻ നിങ്ങൾക്ക് സഹായകനായ ഒരുവനെ നൽകും, അത് പരിശുദ്ധാത്മാവിനെ നിങ്ങളുടെ ഉള്ളിൽ പകരും. ആ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് നിരന്തരമായ ഒരു വൈഫൈ കണക്ഷൻ പോലെ കർത്താവുമായിട്ട് തരും. സ്തോത്രം. ഒരു ബ്ലൂടൂത്ത് കണക്ഷൻ ആമേൻ പോകുന്ന പോലെ ദൈവവുമായിട്ടൊരു കണക്ഷൻ നമുക്ക് വേണമെങ്കിൽ അത് പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥനാണ്. ഹല്ലേലൂയ. അപ്പോൾ പരിശുദ്ധാത്മാവിനാലാണ് ദൈവം നമ്മളെ വഴി നടത്തുന്നത്. ആമേൻ. അവിടെ ആ ദൈവശബ്ദം ത്തിലൂടെ നമ്മുടെ ജീവിതങ്ങൾ മുന്നേറുവാൻ അത് ഇന്ന് നമ്മൾ ഈ വചനം കേൾക്കുമ്പം ഒരാഗ്രഹം, ഒരു തീക്ഷ്ണത മാത്രമല്ല, ഈ ദൈവശബ്ദത്തിൻ്റെ വില എന്താണെന്ന് തിരിച്ചറിഞ്ഞിട്ട് എനിക്ക് ഇതെനിക്ക് വേണം എന്നാഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ജീവിതത്തിൻ്റെ മേൽ വെളിപ്പെടും. ഹല്ലേലൂയ. അത് എങ്ങനെ പ്രാപിച്ചെടുക്കാം എന്നതിനെപ്പറ്റി ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നമുക്ക് ചില കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസം കേൾക്കുവാനിടയായി. എന്നാൽ ഇന്ന് ആ പറഞ്ഞ എന്തൊരു കാര്യങ്ങളൊന്ന് പറഞ്ഞിട്ട് മുന്നോട്ട് മറ്റു കാര്യങ്ങളും പറഞ്ഞിട്ട് പരിശുദ്ധാത്മാവ് സഹായിക്കുന്നുവെങ്കിൽ അതിന് പരിസമാപ്തി കർത്താവ് വരുത്തട്ടെ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. നമ്മൾ പല ശബ്ദങ്ങളും കഴിഞ്ഞ ആളുകൾ കേട്ടു. പല ശബ്ദങ്ങളും നമ്മളെ നയിക്കാൻ ദൈവം ആഗ്രഹിക്കാത്ത മണ്ഡലങ്ങളിലേക്ക് നയിച്ചു. ഹല്ലേലൂയ. പക്ഷേ ഈ ദിവസങ്ങളിൽ ദൈവം ആഗ്രഹിക്കുന്ന തലങ്ങളിലായി തീരുവാൻ ഒരു മടങ്ങി വരവിന് വേണ്ടി ചിലരെ പരിശുദ്ധാത്മാവ് വിളിക്കുമ്പോൾ അവരെ ഒരു യഥാസ്ഥാനതകളിലേക്ക് ദൈവം ഈ ദിവസങ്ങളിൽ വഴി നടത്തണമെങ്കിൽ ഈ ദൈവശബ്ദം വാസ്തവമായിട്ട് നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടണം. ഹല്ലേലൂയ. നട്ടുച്ച നേരം വേണ്ട, ആരും ഉറങ്ങാതിരിക്കണം, ഞാൻ പ്രാർത്ഥിക്കാം. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. ഇത് വളരെ സീരിയസ് ആയിട്ടൊരു വിഷയമാണ്. ആമേൻ. ജീവിതത്തിൽ കിട്ടാത്ത ഏറ്റവും വലിയ ഭാഗ്യമാണിത്. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ കിട്ടാവുന്ന
എത്ര അനുഗ്രഹം പ്രാപിച്ചെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. ഇത് ജീവിതത്തിൽ ഇല്ലെങ്കിൽ പല അനുഗ്രഹങ്ങളും ജീവിതത്തിൽ നിലനിൽക്കണമെന്നില്ല. അപ്പോൾ കർത്താവ് നമ്മളോട് ഇടപെടുന്നത് കർത്താവുമായിട്ടുള്ള സഹവർത്തിത്വത്തിലാണ്. ദൈവം നമ്മളോട് ഇടപെടുന്നത് ആൾക്കൂട്ടത്തിലല്ല, പലപ്പോഴും ഒറ്റയ്ക്കായിരിക്കുമ്പോഴാണ് ദൈവം ഇടപെടുന്നത്. അതുകൊണ്ട് ചില സമയങ്ങൾ കർത്താവിനോട് ചേർന്ന് മാത്രം ഇരിക്കുവാൻ, സ്തോത്രം, ഗോഡ് സ്പീക്സ് ഇൻ സ്റ്റിൽനെസ്. പലപ്പോഴും മറ്റ് ശബ്ദങ്ങളെല്ലാം നിലയ്ക്കുമ്പോൾ, റേഡിയോയുടെ അല്ലെങ്കിൽ ടി വിയുടെ ശബ്ദമല്ല, കമ്പ്യൂട്ടറിൻ്റെ ശബ്ദം മാത്രമല്ല, ഭാര്യയുടെയും ഭർത്താവിൻ്റെയും ശബ്ദം മാത്രമല്ല, നമ്മുടെ ഉള്ളിലുള്ള ചില ശബ്ദങ്ങളുണ്ട്. സ്തോത്രം, ആമേൻ. പല ചിന്തകളുണ്ട്, പല ചോദ്യങ്ങളുണ്ട്, അവിശ്വാസങ്ങളുണ്ട്. ഇതൊക്കെ കൺഫ്യൂഷൻ കൊണ്ട് ഇതൊക്കെ ഒന്ന് ശാന്തമാകുന്നത് ദൈവസന്നിധിയിൽ ചില സമയങ്ങൾ ദൈവത്തോട് ചേർന്ന് ഇരിക്കുവാൻ തയ്യാറാകുമ്പോഴാണ്. അപ്പോൾ ഒരു വിലയുള്ള സമയം കർത്താവിന് വേണ്ടി കൊടുക്കുവാൻ ഇന്ന് ഈ സമയം നാം സംസാരിക്കുമ്പോൾ തയ്യാറാകുന്നുണ്ടെങ്കിൽ ദൈവം നമ്മളോട് ഇടപെടും. ഹല്ലേലൂയ. വില കൊടുക്കുന്നവനോടാണ് ദൈവം സംസാരിക്കുന്നത്. ഞാനിവിടെ സംസാരിക്കുമ്പോൾ നിങ്ങളാരെങ്കിലും ഉറങ്ങിയാൽ, സ്തോത്രം, സംസാരിക്കുന്ന എനിക്കൊരു ബുദ്ധിമുട്ട് വരും. സ്തോത്രം. അതല്ല, നമ്മൾ ആരോടെങ്കിലും പറയുമ്പം നമ്മൾ പറയുന്നത് കേൾക്കുന്നത് വേറെ ആളുകൾ നോക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്കൊരു വിഷമം വരും, ഇല്ലേ? ഹല്ലേലൂയ. അപ്പം നമുക്കൊരു പ്രാധാന്യം നൽകുന്ന വ്യക്തി ജീവിതങ്ങളോടാണ് ദൈവം സംസാരിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. മോദിജി വന്നിട്ട് നമ്മളോട് സംസാരിച്ചാൽ നമ്മൾ ഉറങ്ങും? നമ്മൾ വല്ല അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കത്തില്ല. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ സർവശക്തനായ ദൈവം എന്നോട് സംസാരിക്കുന്നുവെങ്കിൽ അതിന് എത്രയോ പ്രാധാന്യമുള്ള കാര്യമാണെന്ന് ഇന്ന് ഈ സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ ഇടയാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കാരണം ദൈവശബ്ദത്തിന് പ്രാധാന്യം കൊടുക്കാത്ത ഒരു വ്യക്തിയോട് ദൈവം സംസാരിക്കത്തില്ല. ഇതിന് പുല്ല് വില കൊടുക്കുന്നവരുണ്ട്, ഈ വചനത്തിനകത്ത് യാതൊരു വിലയും കൊടുക്കാത്തവരുണ്ട്. പക്ഷെ ഈ വചനത്തെ ഏറ്റവും ശ്രേഷ്ഠമായി കരുതുന്ന വ്യക്തി ജീവിതങ്ങളാണ് ഇതിനകത്തിരിക്കുന്നത്. അങ്ങനെ അല്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ, കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതിന് ഏറ്റവും പ്രാധാന്യം കൊടുക്കാൻ തയ്യാറാകും. ഇതിനകത്തൊരു ദൈവശബ്ദമുണ്ട്, ഇതിനകത്തൊരു ദൈവശക്തിയുണ്ട്. ഹല്ലേലൂയ. ഇതിനകത്തുള്ള ദൈവം എന്നോട് ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ഗോഡ് ഈസ് സ്പീക്കിംഗ് ടു യു. വചനം വായിക്കുവാൻ ദൈവം നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. അപ്പൊ ഇതിനകത്ത് മുഴുവൻ ദൈവശബ്ദം, ദൈവമക്കളോട് ദൈവം വ്യക്തമായി ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. ആമേൻ. അവിടെ ആ ശബ്ദം കേൾക്കുവാൻ ആഗ്രഹിക്കുന്നവരുടെ ജീവിതത്തിലാണ് ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെടുന്നത്. സ്തോത്രം. ആ ദൈവശബ്ദത്തിൻ്റെ പ്രാധാന്യം ഇല്ലെങ്കിൽ പലപ്പോഴും ദൈവശബ്ദം കേൾക്കുവാൻ ഇടയാകത്തില്ല. അവിടെ ഏലിയാവ് ചൂരച്ചെടിയിൽ ചൂട്ടിൽ കിടക്കുമ്പോൾ ഒരുപാട് ശബ്ദങ്ങൾ കേട്ടു. അതിനകത്ത് കേട്ട ശബ്ദമാണ് യെസബേലിന്റെ ശബ്ദം. നിന്നെ എൻ്റെ പ്രവാചകന്മാരെ നീ കൊന്നതുപോലെ നിന്നെ ഞാൻ ആക്കി തീർക്കുമെന്ന് പറയുമ്പോൾ അത് കേട്ട് ഭയപ്പെട്ട് ഒളിച്ചോടി പോകുന്ന ഏലിയാവ് ചൂരച്ചെടിയുടെ കീഴിൽ കേട്ട ശബ്ദം, തലയ്ക്കകത്ത് കേട്ട ശബ്ദം വേറെയാ, മനസ്സിൽ കേട്ട ശബ്ദം വേറെയാ. പക്ഷെ ഒരു ദൈവശബ്ദം വന്നിട്ട് ഏലിയാവിനോട് ഇടപെടുമ്പോൾ ഏലിയാവേ, നീ ചൂരച്ചെടിയുടെ തണലിലല്ല കിടക്കേണ്ടത്, നീ കിടക്കേണ്ടത് ഹോറേബ് മലയുടെ ഉന്നതത്തിലാണ്. 40 ദിവസത്തോളം ഭക്ഷണമില്ലാതെ വെള്ളം കുടിക്കാതെ ഏലിയാവിന് ഒരു ഉപവാസം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ ഉപവാസത്തിനകത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധി ആത്മാവിൻ്റെ ശക്തിയിൽ ഏലിയാവിനെ ഹോറേബിൽ കൊണ്ടെത്തിച്ചിട്ട് ദൈവം ഏലിയാവിനോട് ഇടപെടുകയാണ്. നമുക്കറിയാം, അവിടെ വലിയ ഇടിമുഴക്കത്തിലുള്ള ശബ്ദം, ദൈവത്തിൻ്റെ പലതരത്തിലുള്ള ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട്. പക്ഷേ ഒരു സാവധാനത്തിലൊരു മൃദുസ്വരം ഏലിയാവിനോട് ഇടപെടുന്നുണ്ട്. അതിനുശേഷം ഏലിയാവിനോട് ദൈവം പറയാണ്, ഏലിയാവേ, നിനക്കിനി ജീവിതം മതിയെന്ന് പറഞ്ഞിരിക്കുന്ന നിന്റെ ജീവിതത്തിൽ
ചില ഓട്ടം കൂടി ഓടി തികയ്ക്കാനുണ്ട്, ചില കാര്യങ്ങൾ കൂടി ജീവിതത്തിൽ ചെയ്യാനുണ്ട്. അതിനെ ചെയ്തെടുക്കാൻ ഇരുട്ടിന്റെ വ്യാപാരങ്ങൾ സമ്മതിക്കുന്നില്ല. പക്ഷെ ഇരിക്കേണ്ടവന്റെ കൂടെ ഇരിക്കുവാനും ഈ ദിവസങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുവാനും തയ്യാറാണെങ്കിൽ ചില ദീർഘദൂര യാത്ര ഈ ദിവസങ്ങൾ ജീവിതങ്ങളുടെ മേലുണ്ട്. വിശ്വസിക്കുന്ന ദൈവമക്കൾ പറയും, എനിക്കിനി ഒരു ഓട്ടമുണ്ട്, ഞാൻ എൻ്റെ ഓട്ടം ഇനി ഓടി തീർക്കും. ഞാൻ തീർന്നു പോകാനുള്ളവനല്ല, ഞാൻ ചൂരച്ചയുടെ തണലിൽ കിടന്ന് മരിക്കാനുള്ളവനല്ല. ഞാൻ ദൈവശക്തിയോടെ ചില എലീശാമാരെ എഴുന്നേൽപ്പിക്കുവാനും ചില രാജാക്കന്മാരെ അഭിഷേകം ചെയ്യുവാനും വേണ്ടിയാണ് ഏലിയാവെ നിന്നെ വിളിച്ചിരിക്കുന്നത്. ശത്രു മനസ്സിലാക്കി കൊടുത്തില്ല. അങ്ങനെയാണെങ്കിൽ ബുദ്ധിക്കകത്ത് വ്യാപരിക്കുന്ന ചിന്താമണ്ഡലങ്ങൾക്കപ്പുറത്ത് അതിനകത്ത് വ്യാപരിക്കുന്ന ദൈവശബ്ദമായി ദൈവത്തിൻ്റെ വചനം വെളിപ്പെടുന്നുണ്ടെങ്കിൽ ഈ ദിവസങ്ങളിൽ ചിന്താമണ്ഡലങ്ങൾക്ക് മാറ്റം വരും. ദൈവം എന്താണ് എന്നോട് സംസാരിക്കുന്നത് വ്യക്തമായി വെളിപ്പെടാൻ തുടങ്ങും. ദൈവ സന്നിധിയിൽ ഇരിക്കാൻ താല്പര്യം വരും. ഇന്ന് പകൽക്കാലം ചിലരോട് പരിശുദ്ധാത്മാവ് ഇടപെട്ടെ. ചിലർക്ക് ഈ ദിവസങ്ങളിൽ ദൈവസന്നിധി ഇരിക്കുവാനുള്ള ഒരു ദൈവകൃപ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പകരപ്പെടട്ടെ. ആത്മാവിന്റെ ഒരു ഫലം ഈ ദിവസങ്ങൾ വെളിപ്പെട്ടെ. പ്രാർത്ഥനയും യാചനയും ആത്മാവ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവസഭയുടെ മേൽ ദഹുകളുടെ മേൽ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പകരപ്പെട്ട് അതിനകത്ത് ആഗ്രഹിക്കുന്നവരോട് ഒന്ന് പ്രാർത്ഥിക്കാം. നമുക്ക് കർത്താവേ, ആ ദൈവശിവ ആ കൃപ എൻ്റെ മേൽ പകരണമേ. പ്രാർത്ഥിക്കുവാനുള്ള കൃപ. അതുകാലം എഴുന്നേറ്റ് ദൈവസന്നിധിയിൽ മുഴങ്കാലുകൾ മടക്കുവാൻ, രാത്രി കാലങ്ങൾ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുവാൻ അത് ശത്രു സമ്മതിക്കത്തില്ല. ഹല്ലേലൂയ. ചൂരച്ചഴിയുടെ തണൽ കൊണ്ട് കിടത്തി ഇല്ലാത്തതിനെ കാണിച്ച് കഴിഞ്ഞ നാളുകളിലെ പ്രശ്നങ്ങളെ മുഴുവൻ വലിപ്പത്തിൽ കൊണ്ടുവന്നിട്ട് ഒരു നിരാശ അനുഭവത്തിൽ കൊണ്ടുപോയിട്ട് ഇനി ജീവിക്കേണ്ടെന്ന് തോന്നിക്കുമാറ് ജീവിതത്തിൻ്റെ മേൽ ചില അടഞ്ഞ അധ്യായങ്ങൾ കാണിക്കുമ്പോൾ ഇന്ന് ഞാൻ വിശ്വസിക്കുന്നു ദൈവമനുഷ്യരുടെ മധ്യത്തിൽ ഒരു പുതിയ അധ്യായത്തെ തുറക്കാൻ പോവുകയാണ്. വിശ്വസിക്കാൻ കഴിയുന്ന എത്ര പേരുണ്ട്? എൻ്റെ ജീവിതത്തിൽ ഒരു പുതിയ അധ്യായം തുറക്കാൻ കഴിയുന്ന ദൈവമുണ്ട്. ഈ ദിവസം ഒരു പുതിയ അധ്യായം ഞാൻ വിശ്വസിക്കുന്ന പരിശുദ്ധാത്മാവ് അങ്ങനെയുള്ളവരോട് സംസാരിക്കുന്നുണ്ട്. ഒരു പുതിയ അധ്യായം, ഒരു പുതിയ പുസ്തകം തുറന്നിട്ട് ഒരു പുതിയ അധ്യായം തുറക്കുന്ന പോലെ ജീവിതത്തിൻ്റെതായ മണ്ഡലങ്ങളിൽ ചിലത് ഇനിയും എഴുതി ചേർക്കേണ്ട ചിലത്, ഇനിയും ചെയ്തെടുക്കേണ്ട ചിലത്, ഇനിയും പൂർത്തീകരിക്കേണ്ട ചിലത് എൻ്റെ ജീവിതത്തിൻ്റെ മേൽ പരിശുദ്ധാത്മാവ് ഈ ദിവസങ്ങൾ പൂർത്തീകരിക്കുന്നു. വിശ്വസിക്കാൻ കഴിയുന്നവരുണ്ടെങ്കിൽ ദൈവത്തിന് കരമടിച്ചെന്ന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. അപ്പോൾ ദൈവ സന്നിധിയിൽ മാറിയിരുന്ന ദൈവത്തോട് ചേർന്നിരിക്കുന്ന ഏലിയാവിൻ്റെ ജീവിതത്തിലേക്ക് 40 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു ദൈവശബ്ദം വന്നത്. അതോടുകൂടി ഏലിയാവിൻ്റെ സ്ഥിതി മാറി. ഒരു പ്രത്യാശ ഏലിയാവിൻ്റെ ജീവിതത്തിൽ വന്നു. A.W. ടോസർ എന്ന വ്യക്തി പറഞ്ഞു, ഇറ്റ്സ് ഇൻ ഗോഡ്സ് ക്യാരക്ടർ. ദൈവത്തിൻ്റെ സ്വഭാവമാണ് സംസാരിക്കുന്നത്. ചിലരുടെ സ്വഭാവം അവർ മാത്രം സംസാരിക്കുക എന്നുള്ളത്. ചിലർ സംസാരിക്കാൻ നോക്കുമ്പോൾ ചിലപ്പോൾ ഇന്ന് പ്രാർത്ഥിക്കും, കർത്താവ് ഇവരൊന്ന് നിർത്തിയിട്ടോ നമുക്ക് എന്തെങ്കിലും പറയാൻ. സ്തോത്രം, ഹല്ലേലൂയ. ദൈവം അങ്ങനെ ചിലരൊക്കെ നിർത്തിയിടണം ദൈവത്തിന് സംസാരിക്കാൻ. ഇങ്ങനെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇത് 2-way ട്രാഫിക്കാണ്. അപ്പോൾ ദൈവം കമ്മ്യൂണിക്കേഷൻ ഈസ് എ 2-way ട്രാഫിക്. ദൈവം നമ്മളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുമ്പോൾ ചില സമയങ്ങൾ ദൈവ ശബ്ദത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുവാൻ തയ്യാറാണെങ്കിൽ അതേ കർത്താവ് ഈ ദിവസങ്ങൾ നമ്മൾ ഇടപെടുവാൻ തക്കവണ്ണം അവിടെയാകും. ആമേൻ. അപ്പോൾ പഴയ നിയമത്തിൽ ഈ മോശയുടെയും ശമൂവേലിൻ്റെയും ഒക്കെ കാലഘട്ടത്തിൽ ഉണ്ടായൊരു കാര്യമുണ്ട്. ശമൂവേലിനോട് ദൈവത്തിൻ്റെ ശബ്ദം ശമൂവേൽ വ്യക്തമായി കേട്ടു. ശമൂവേലിൻ്റെ വായിൽ നിന്ന് വരുന്ന ഒരു വാക്ക് പോലും താഴെ പോകാൻ ഇടയായില്ല. അത്ര വ്യക്തമായി, അത്ര സൂക്ഷ്മമായി ദൈവത്തിൻ്റെ ഹൃദയത്തിൽ എന്താണെന്നുള്ളത് ദൈവമക്കളോട് അറിയിച്ചുകൊണ്ടിരുന്നു. മോശയോട് ദൈവം മുഖാമുഖം എന്നതുപോലെ ഇടപെട്ടു. എന്താലോചന ഉണ്ടെങ്കിലും മോശയോട് ചോദിച്ചാൽ അതിന് ഉത്തരവുണ്ട്. ഇന്നത്തെ പ്രവാചകന്മാർ നമ്മൾ കാണുന്ന പോലെ അല്ല. യഥാർത്ഥ പ്രവചനം എന്താണെന്ന് പരിശുദ്ധാത്മാവിന്റെ വചനത്തിലൂടെ അവൻ വായിക്കുമ്പോഴാണ് യഥാർത്ഥ പ്രവചനം എന്താണെന്ന് തിരിച്ചറിയുന്നത്. പ്രവാചക ശബ്ദം ദൈവശബ്ദമാണ്. പ്രവാചക ശബ്ദം കഴിഞ്ഞ നാളുകൾ നടന്ന കാര്യം മാത്രമല്ല, ഹല്ലേലൂയ, പ്രവാചക ശബ്ദം വരുവാനിരിക്കുന്നതിനെ പരിശുദ്ധാത്മാവിൽ വിളിച്ചു പറയുന്നതാണ്. സ്തോത്രം. ദൈവം ചില നീക്കുപോക്കുകൾ ചെയ്തിട്ട് ചില പ്രവർത്തികൾ ദൈവം അതിൻ്റെ മേൽ ചെയ്യുമെന്ന് വ്യക്തമായി ഇടപെടുന്നതാണ് പ്രവാചക ശബ്ദം. അത് ദൈവശബ്ദമാണ്. ദൈവശബ്ദം ഇന്നുമുണ്ട്. ദൈവശബ്ദം നിന്നു പോയിട്ടില്ല. ദൈവശബ്ദം ദൈവസഭയോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. പരിശുദ്ധാത്മാവ് എന്താണ് പറയുന്നതെന്ന് സഭകൾ കേൾക്കട്ടെ എന്ന് റെവലേഷനിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ.
പാസ്റ്ററോട് ദൈവം സംസാരിക്കട്ടെ എന്നല്ല പറഞ്ഞ, ദൈവസഭകളോട് ദൈവം സംസാരിക്കട്ടെ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ചില പ്രത്യേക കാര്യങ്ങൾ ചിലരുടെ ദൈവം സംസാരിക്കും. പക്ഷെ വ്യക്തിപരമായ വിഷയങ്ങളിൽ നമ്മുടെ വിഷയത്തിന്റെ മേൽ സംസാരിക്കാൻ ദൈവം നമ്മളുമായിട്ട് വ്യക്തിപരമായി ഇടപെടുവാൻ ദൈവത്തിന് താല്പര്യമുണ്ട്. ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിന് അർത്ഥം തരുവാൻ ദൈവത്തിന് ആഗ്രഹമുണ്ട്. ഹല്ലേലൂയ. അതിനെ മറയ്ക്കുന്ന എല്ലാ ഇരുട്ടിന്റെ വ്യാപാരവും ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ഹല്ലേലൂയ. ദൈവവചനം കേൾക്കുമ്പോൾ നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാണെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് ഇടപെടും. ഹല്ലേലൂയ. സ്തോത്രം. എത്ര വന്ന് പ്രാർത്ഥിക്കും, കർത്താവേ എന്നോടൊന്ന് സംസാരിക്കണമേ. ഹല്ലേലൂയ. എന്നോടൊന്ന് സംസാരിക്കാമെന്ന് പ്രാർത്ഥിക്കുന്നവരുടെ ജീവിതത്തിലാണ് ദൈവം ഇടപെടാൻ പോകുന്നത്. ഹല്ലേലൂയ. ആമേൻ. ഇല്ലെങ്കിൽ റബ്ബർ പന്ത് സിമെന്റിൽ എറിയുന്നത് അതിജീവിക്കും. നമ്മുടെ ഹൃദയത്തിലേക്ക് ദൈവം വചനം അയക്കുമ്പോൾ, ആ വചനത്തെ ഏൽപ്പിക്കാൻ തയ്യാറാകുമ്പോൾ, ആ വചനം നമ്മളോട് ഇടപെടാൻ തുടങ്ങും. ആ വചനം നമ്മൾ ക്രിയ ചെയ്യാൻ തുടങ്ങും. ദൈവം പറയുന്നത് ആകാശമേ കേൾക്കുക, ഭൂമിയെ ചെവിയുക. ഞാൻ മക്കളെ അല്ലേ മത്സരിച്ചു, പക്ഷെ അവരെന്നോട് മത്സരിക്കുന്നു. അല്ലേ? അപ്പൊ ദൈവം മക്കളോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ദൈവം നമ്മളോട് ഏത് ദിവസങ്ങളിലും ഒരു ശമൂവേൽ മുഖാന്തരം ദൈവം ഇടപെട്ടുകൊണ്ടിരുന്നപ്പോൾ, ഒരു മോശ മുഖാന്തരം ഇടപെട്ടുകൊണ്ടിരുന്നപ്പോൾ, പുതിയ നിയമ പുസ്തകത്തിനകത്ത് ദൈവ മക്കളുമായി നിരന്തരമായ ഒരു കൂട്ടുബന്ധത്തിലേക്ക് നടത്തുവാൻ ദൈവം തൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിലൂടെ ഇടയായി. ആമേൻ. ദൈവം ആഗ്രഹിക്കുക. അവിടെ ദൈവവുമായിട്ടുള്ള കൂട്ടുബന്ധത്തിലായിരുന്നു ആദാം ഹവ്വ ദമ്പതികൾ. എല്ലാ ദിവസവും ദൈവവുമായിട്ട് അവർ സംസാരിച്ചു കൊണ്ടിരുന്നു. പക്ഷേ ഈ കൂട്ടുബന്ധം നഷ്ടപ്പെട്ടു പോയത് എവിടെയാണ്? ആദാമേ നീ എന്ന് പറയുവാൻ ഇടയായത്. ഹല്ലേലൂയ. ഒരു പാപം ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോഴാണ്, ഒരു അനുസരണക്കേട് വന്നപ്പോഴാണ് ദൈവശബ്ദം നഷ്ടപ്പെട്ടു പോയത്. ദൈവശബ്ദം നമുക്ക് മുമ്പിൽ ഉണ്ട്, പക്ഷെ അത് കേൾക്കുവാൻ ഒരു ഹൃദയം നമുക്ക് ഉണ്ടെങ്കിൽ, ആമേൻ, അത് നമ്മുടെ അടുത്ത് തന്നെ വന്നിട്ടുണ്ട്. പക്ഷെ ഏറ്റെടുക്കാൻ തയ്യാറാകാം. ഹല്ലേലൂയ. അപ്പോൾ ദൈവവുമായിട്ടുള്ള കൂട്ടുബന്ധത്തിനകത്ത് ആദാം ഹവ്വ ദമ്പതികൾ, ആമേൻ, ദൈവ വചനം അനുസരിക്കാതെ, ദൈവ ശബ്ദം കേൾക്കാതെ ഒരു സർപ്പശബ്ദം കേട്ടപ്പോൾ, ആമേൻ, ഹവ്വ ആണ് ശബ്ദം കേട്ടത്. ഹവ്വയാണ് അതെ പഴം പറിച്ചു കൊടുത്തത്. അല്ലേലും അതുകൊണ്ടാണ് ദൈവം പറഞ്ഞു, ഹവ്വയെ നീ ഇപ്പം പുരുഷൻ പറയുന്നത് നടക്കേണ്ടി വരും. പുരുഷനെ നീ കീഴടങ്ങിയിരിക്കാം. ഫെമിനിസമൊക്കെ ഉണ്ട്, പക്ഷേ കർത്താവ് വരുവോളം ഈ വചനത്തിന് മാറ്റം വരത്തില്ല. എന്ന് പറഞ്ഞാൽ കുടുംബജീവിതം അങ്ങനെ ദൈവം പറഞ്ഞിരിക്കുന്നത്. എന്ത് തോന്നിയാസം കാണിക്കാന്നുള്ളതല്ല, പക്ഷേ തിരിച്ച് ഈ ആദാം പഴമെടുത്ത് കഴിച്ചതെങ്കിൽ, സ്തോത്രം, എന്താ സംഭവിച്ചത്? ഇന്നുപോലെ എന്ന് ഞാനങ്ങ് വിചാരിക്കുക, ആദാം പഴം കഴിക്കാതെ നന്നായി. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ ദൈവ ശബ്ദം കേൾക്കാതെ മറ്റൊരു ശബ്ദം കേട്ടപ്പോൾ ജീവിതകാലം മുഴുവൻ ആകെ പ്രശ്നമായി. അപ്പോൾ കർത്താവ് പറയും, അവിടെ ആ ശബ്ദം കേട്ട് ദൈവത്തിൽ നിന്നും അകന്നു പോയപ്പോൾ, ഒരു കുറ്റബോധം ഹൃദയത്തിലേക്ക് വന്നപ്പോൾ പിന്നെ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് പോകാൻ കഴിയുന്നില്ല. അവർ പിന്നെ ഓടിച്ചെന്നിരിക്കുന്നത് അത്തിയില കൂട്ടി തിന്നി ഒരു മരത്തിൻ്റെ പുറകിൽ പോയി ഒളിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. ദൈവം വരുന്നുണ്ടെങ്കിൽ ഒളിച്ചിരുന്നോ, ഹവ്വയെ നീ കുനിഞ്ഞിരുന്നോ, ദൈവം വരുന്നുണ്ടെന്ന് പറഞ്ഞു. സ്തോത്രം. ഹല്ലേലൂയ. അതിനു മുമ്പ് എപ്പോഴും ദൈവത്തിന് സന്നിധിയിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. കർത്താവിൻ്റെ ശബ്ദത്തിന് വേണ്ടി കാതോർക്കുന്നവർ എവിടെയോ പോയി ഒളിച്ചിരിക്കുക. പക്ഷെ ദൈവം ആഗ്രഹിച്ചെന്താ? ഇവരോട് സംസാരിക്കുക. ഹല്ലേലൂയ. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. ഞാനും നിങ്ങളും ദൈവത്തിൽ നിന്ന് ഓടി ഒളിക്കുമ്പോഴും എൻ്റെയും നിങ്ങളുടെ അടുക്കിലേക്ക് ഇറങ്ങി വന്നിട്ട് എന്നോട് നിങ്ങളോട് സംസാരിക്കാൻ തയ്യാറാകുന്ന ഒരു പിതാവ് നമുക്കുള്ളതിനായിട്ട് എത്ര ദൈവത്തിന് സ്തോത്രം ചെയ്യും. സ്തോത്രം ചെയ്യും. എത്ര ദൈവത്തിന് സ്തോത്രം ചെയ്യും. God wants to speak to me. ദൈവം എന്നോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നതിനെ ഓർത്ത് ഇന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ആർക്കും എന്നോട് സംസാരിക്കാൻ താല്പര്യമില്ലാത്ത അനേകരുണ്ട്. ഹല്ലേലൂയ. ചില എന്നെ ഒഴിവാക്കുന്നവരുണ്ട്. പക്ഷേ ഇന്നും എന്നോട് സംസാരിക്കാൻ
ഓ സ്തോത്രം, 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 സ്തോത്രം. എൻ്റെ അടുക്കിലേക്ക്, എൻ്റെ ചാരത്തേക്ക് ഇറങ്ങി വന്ന് എന്നോട് ഹൃദ്യമായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന സർവശക്തനായ ദൈവം ഇന്ന് പകരം ജീവിച്ചിരിക്കുന്നതിനാണ് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. കുറ്റബോധമാണ് അവരെ ദൈവത്തിൽ നിന്ന് അകറ്റിയത്. കുഞ്ഞാടിന്റെ നിഷ്കളങ്കമായ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടൊരു ദൈവ പൈതലിന് അപ്പ എന്ന് വിളിച്ചുകൊണ്ട് ഏതു സമയത്തും ദൈവ സന്നിധിയിലേക്ക് കടന്നു വരാൻ സാധിക്കും. ഹല്ലേലൂയ. അപ്പോൾ ഒരു ദൈവദാസൻ പറഞ്ഞത്, എ സാങ്ക്ടിഫൈഡ് ഹാർട്ട് ക്യാൻ ഹിയർ ദ വോയിസ് ഓഫ് ഗോഡ്. വിശുദ്ധീകരിക്കപ്പെട്ട ഒരു ഹൃദയത്തിനകത്ത് മാത്രമേ ദൈവശബ്ദം കേൾക്കുകയുള്ളൂ. സ്തോത്രം, സ്തോത്രം. കാരണം ദൈവം പരിശുദ്ധനാണ്. ഹല്ലേലൂയ. അവിടെ അവർ ഓടി ഒളിക്കുമ്പോൾ ദൈവശബ്ദം വേണ്ട എന്ന് പറയുന്ന ഇസ്രായേൽക്കാരുടെ ജീവിതത്തിൽ പറയാനുള്ള കാരണം അവർക്ക് അവരുടെ ജീവിതത്തിൽ പാപമുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ഹൃദയം കടുത്തു പോവുകയാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഹൃദയങ്ങൾ കടുത്തു പോയാൽ, ഹാർഡ് ആൻഡ് ഹാർട്ട് ഡു നോട്ട് ഡൗൺ, മത്തായി സുവിശേഷത്തിന്റെ 13-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം വായിച്ചിരിക്കുന്നത് പറയുന്നത് ഇങ്ങനെയാണ്: നിങ്ങൾ ചെവിയാൽ കേൾക്കും, ഗ്രഹിക്കയില്ലതാനും, കണ്ണാൽ കാണും, നിങ്ങൾ ദർശിക്കയില്ലതാനും. ഈ ജനത്തിന്റെ ഹൃദയം തടിച്ചിരിക്കുന്നു. അവ ചെവി കൊണ്ട് നിബന്ധമായി കേൾക്കുന്നു, കണ്ണടഞ്ഞിരിക്കുന്നു. അവരുടെ കണ്ണ് കാണാതെയും ചെവി കേൾക്കാതെയും ഹൃദയം കൊണ്ട് ഗ്രഹിക്കാതെയും തിരിഞ്ഞു കൊള്ളാതിരിക്കുക, സൗഖ്യമാകാതെ ഇരിക്കേണ്ടതിന്. അപ്പോൾ ദൈവം പാപത്തിന്റെ ജീവിതം, നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു പാപത്തിന്റെ അനുഭവം ഉണ്ടെങ്കിൽ ഏത് സമയത്തും ദൈവസന്നിധി ചെന്നിട്ട്, കർത്താവേ എനിക്കൊരു കുറവുണ്ട്, കർത്താവേ അവിടെ നിന്നോടൊന്ന് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് ദൈവസന്നിധി ഏൽപ്പിച്ചു കൊടുക്കുന്നവനെ ദൈവത്തിന് വലിയ താല്പര്യം. ഹല്ലേലൂയ, സ്തോത്രം. ഒരു ഉരുകിയ മനസ്സ് കർത്താവ് എപ്പോഴും, കർത്താവിനെ തള്ളിക്കളയാൻ പറ്റത്തില്ല. ദാവീദിനെ ദൈവം തള്ളിക്കളയാതിന് കാരണം ഒരു നുറുങ്ങിയ ഹൃദയമുള്ളൊരു മനുഷ്യനായിരുന്നു, ഒരു താഴ്മയുള്ള ഹൃദയം ഉണ്ടായിരുന്നു. അത് ഏത് സമയത്തും എവിടെയെങ്കിലും തെറ്റുണ്ടെങ്കിൽ അവിടെ പോയി ദൈവത്തോട് മാപ്പ് പറയുന്നൊരു വ്യക്തിയായിരുന്നു. അപ്പോൾ ദൈവശബ്ദത്തിന് മുമ്പിൽ നമ്മളെ നന്മയും പൂർണ്ണതയും പ്രസാദമുള്ള ദൈവഹിതം എന്താണെന്ന് തിരിച്ചറിയേണ്ടത്, മനസ്സ് പുതുക്കുക, രൂപാന്തരപ്പെടുക. അപ്പോൾ ദൈവശബ്ദം കേൾക്കണം. യഥാർത്ഥത്തിൽ ഞാനൊരു വലിയ പാസ്റ്ററാന്ന് പറഞ്ഞിട്ടോ ഞാനൊരു വലിയ വിശുദ്ധനാന്ന് പറഞ്ഞിട്ടോ ഒന്നും ദൈവശബ്ദം കേൾക്കത്തില്ല. അല്ല, ദൈവമേ എന്നോട് സംസാരിക്കണമെന്ന് 100 പ്രാവശ്യമായി ഞാൻ ദൈവം സംസാരിക്കത്തില്ല. അല്ലേ, ചിലർ പറയാം ദൈവം എന്നോട് സംസാരിച്ചെന്ന് പറയും. ദൈവം, എനിക്കറിയാവുന്ന വ്യക്തി ജീവിതങ്ങളുണ്ട്, അവർ പറയാറുണ്ട് ദൈവം എന്നോട് സംസാരിച്ചെന്ന്. പക്ഷേ ദൈവം യഥാർത്ഥത്തിൽ ദൈവമാണോ സംസാരിച്ചത്? ഇത് മനുഷ്യനാണോ സംസാരിച്ചത്? ഇതേതെങ്കിലും ദുരാത്മാവാണോ സംസാരിച്ചത്? അതോ എൻ്റെ ബുദ്ധിയാണോ സംസാരിച്ചത്? യഥാർത്ഥത്തിൽ തിരിച്ചറിയത് ദ ഗ്രേറ്റസ്റ്റ് തിങ് ഈസ് എന്തുമാത്രം ദൈവശബ്ദം കേൾക്കുന്നു എന്നതിനപ്പുറത്ത് ഇത് ആരാണ് എന്നോട് ഇടപെട്ടത്? ദൈവം തന്നെയാണ് ഇടപെട്ടത് എന്ന് വ്യക്തമായി തിരിച്ചറിയാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് ദൈവസഭയ്ക്ക് അതിനാവശ്യമായിരിക്കുന്ന പരിജ്ഞാനവും ജ്ഞാനവും വിവേകവും കർത്താവ് നൽകിയെങ്കിൽ ആർക്കും നമ്മളെ കബളിപ്പിക്കാൻ സാധിക്കത്തില്ല. അനേക ദൈവശബ്ദമാണെന്ന് പറഞ്ഞ് അനേക തീരുമാനങ്ങൾക്കുള്ളിൽ പോയ അനേകരെ എനിക്കറിയാം. ദൈവസഭകളിൽ മഹയിൽ കടന്നു വന്നിട്ട് അനേക ജീവിതങ്ങൾ തെറ്റിപ്പോയി ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്നും ദൈവം ആഗ്രഹിച്ച ദൈവിക വാഗ്ദത്തങ്ങളും പദ്ധതികളും നിറവേറാതെ അതിൽ നിന്നും മാറ്റിവിടുന്ന ഒരു ദൈവശബ്ദമാണെന്ന് കേട്ട് തെറ്റിദ്ധരിച്ച് അതിൻ്റെ പിന്നാലെ പോയി വഴിതെറ്റിപ്പോയ അനേകരുണ്ട്. പക്ഷേ അവരെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് മടക്കി വരുത്തുവാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിൻ്റെ ശബ്ദം കേട്ട ശമൂവേൽ പ്രവാചകൻ ജീവിച്ച ഒരു കാലഘട്ടം മഹാവക്രതയുള്ള കാലഘട്ടമായിരുന്നു. ഏലി എന്ന പുരോഹിതന്റെ മക്കൾ അവർ നിഷ്ഠൂരന്മാരും ദൈവത്തിൻ്റെ ദൂഷകന്മാരും അവർക്ക് ദൈവ ഭയമില്ലാത്തവരുമായിരുന്നപ്പോഴും അതിൻ്റെ മധ്യ വേർപെട്ട ഒരു ജീവിതത്തിന് വേണ്ടി സമർപ്പിച്ച് ദൈവ സാന്നിധ്യത്തിനകത്തിരിക്കാൻ സമയം കൊടുത്ത് ദൈവത്തിൻ്റെ പെട്ടകത്തിന് മുമ്പിൽ വീണുപോയി കിടന്ന് വിളക്കണതിന് മുമ്പ് അതിനു മുമ്പിൽ വീണുപോയി കിടക്കുന്നൊരു ശമൂവേലിനോട് ദൈവത്തിന് ഇടപെടാതിരിക്കാൻ സാധിക്കത്തില്ല. ഹല്ലേലൂയ. ദൈവസന്നിധി ഇരിക്കുന്നവനെ ദൈവം വിടത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു ഹായ് ബൈ റിലേഷൻഷിപ്പ് അല്ല, അതിനപ്പുറത്ത്
ആ കർത്താവുമായിട്ട് ഒരടുത്ത കൂട്ടുബന്ധത്തിലേക്ക് ഈ ദിവസങ്ങളിൽ നമ്മൾ കടന്നു വരുന്നത് ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലിരിക്കുവാൻ ആമേൻ തയ്യാറാകുമ്പോൾ. അതെ, നമ്മളെ ആരെങ്കിലും ഒന്ന് മുറിവേൽപ്പിച്ചാൽ, സ്തോത്രം, നമ്മൾ വിശ്വാസികളായതുകൊണ്ട് വല്ലതും തിരിച്ച് പറയത്തില്ല, പറയുന്നവരുമുണ്ട്. ചിലപ്പോൾ അറിയാതെ പറഞ്ഞു പോയെന്നിരിക്കും, മനുഷ്യരല്ലേ. പക്ഷെ ദിവസം പോയി നമുക്ക് കഥാവ് തെറ്റുപറ്റിപ്പോയി, ഇനി പറയത്തില്ലേ എന്നൊരു കഥാമനുഷ്യം മാഫി ചോദിക്കും. ഹല്ലേലൂയ. ചിലതൊക്കെ നമ്മൾ കടിച്ചങ്ങോട്ട് ഇറക്കും, അകത്ത് പക കത്തുക. പക്ഷേ വചനത്തിനകത്ത് പറഞ്ഞുകൊണ്ടിരുന്നത് അതുകൊണ്ട് നമ്മൾ ഹല്ലേലൂയ. പക്ഷേ ഇതൊക്കെ ദൈവസന്നിധിയിൽ പോയെന്ന് പറഞ്ഞാണല്ലോ, കർത്താവ് നിമിഷ നേരം കൊണ്ട് ഇതൊക്കെ ഉരുകി മാറ്റും. ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറായാൽ മതി. ഞാൻ എൻ്റെ അനുഭവം പറയുന്നുണ്ട്, സ്തോത്രം. ഹല്ലേലൂയ. അപ്പം നമ്മൾ ആരുമായിട്ടൊരു കൂട്ടുബന്ധം വരുമ്പോൾ നമ്മളെ ആരെങ്കിലും ഏതെങ്കിലും ഒന്ന് മുറിവേൽപ്പിച്ചാൽ പിന്നെ ആ വ്യക്തിയെ കാണുമ്പോൾ നമ്മളിങ്ങനെ പോകും, സ്തോത്രം, കാണാത്ത മട്ടില്ലേ എന്ന് പറഞ്ഞാൽ പരിശുദ്ധി ആത്മാവിനെ മുറിവേൽപ്പിച്ചാൽ പരിശുദ്ധി ആത്മാവ് ജെന്റിൽമാനാണ്. അവൻ പരിശുദ്ധി ആത്മാവ് വരുമ്പോൾ അറിയും, പോകുമ്പോൾ അറിയത്തില്ല. നമ്മൾ പറഞ്ഞപ്പോഴും കേട്ടിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് പരിശുദ്ധി ആത്മാവിനെ മുറിവേൽപ്പിക്കാതെ ആമേൻ ആ പരിശുദ്ധിയാത്മാവിന് ഉള്ളിൽ തെങ്ങുന്ന പരിശുദ്ധിയാത്മാവിന് ഏറ്റവും വിലയേറിയതായി കരുതിക്കൊണ്ട് ആമേൻ അതിനെ ഏറ്റവും വലിയ നിധിയായി കരുതിക്കൊണ്ട് ആ ദാവീദിൻ്റെ ജീവിതത്തിൽ നമ്മൾ ദാവീദ് വിളിച്ച കാര്യം നോക്കുക. എൻ്റെ ഉള്ളിൽ നിന്ന് പരിശുദ്ധിയാത്മ എൻ്റെ സിംഹാസനം എടുത്തുകൊണ്ട് പോകരുത്, എൻ്റെ രാജസ്ഥാനം എടുത്തുകൊണ്ട് പോകരുത് എന്നുള്ള ദാവീദ് കരയുന്നത്. ദാവീദ് പറഞ്ഞു, എൻ്റെ ഉള്ളിൽ പകരപ്പെട്ടിരിക്കുന്ന പരിശുദ്ധിയാത്മാവിനെ അപ്പാ എടുത്തുകൊണ്ട് പോകല്ലേ. കാരണം അനുഭവമുണ്ട്. ദൈവശബ്ദം കേട്ടുകൊണ്ട് നിൽക്കുന്ന വ്യക്തിയാ, ദൈവവുമായിട്ട് കൂട്ടുബന്ധമുണ്ട്, ദൈവിക സമാധാനവും സന്തോഷവും അനുദിനം അനുഭവിക്കുന്ന വ്യക്തിയാണ്. അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധിയാത്മാവ് ഉള്ളിൽ വേണ്ടിട്ട് വേണ്ട പരിശുദ്ധാത്മാവ് പോകാൻ. സ്തോത്രം. അപ്പോൾ പരിശുദ്ധിയാത്മാവിനെ പ്രാപിച്ചിട്ടില്ലെങ്കിൽ അവൻ നമ്മൾ ഈ ദിവസങ്ങൾ നമ്മൾ പ്രാപിച്ചവർ തന്നെയാണ് ഇതിനകത്തിരിക്കുന്നത്. പക്ഷേ ഒരു പാപത്തിൻ്റെ അനുഭവം മറ്റുള്ളവരോട് നമുക്ക് പലപ്പോഴും ഇടർച്ചകളൊക്കെ വരുമ്പം പലപ്പോഴും നമ്മുടെ ഹൃദയങ്ങൾ കടുത്തു പോകും. അതുകൊണ്ടാണ് ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്നത്, ആമേൻ, ദൈവശബ്ദം കേൾക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തെ കഠിനമാക്കരുത്. മാസായിലും മരീഫയിലും ദൈവജനം ഹൃദയത്തെ കഠിനമാക്കിയത് ആമേൻ അവരുടെ ദൈവത്തോട് അനേക കാര്യങ്ങൾ കൊണ്ട് നമ്മുടെ ഹൃദയം കഠിനപ്പെട്ടു പോകാം. അതിലേക്ക് ഞാൻ പോകുന്നില്ല. 1 പാപമാണ്, 2 ദൈവത്തോട് നന്ദിയില്ലായിരിക്കുമ്പോഴാണ്, ദൈവിക വിശ്വാസം നഷ്ടപ്പെട്ടു പോകുമ്പോഴാണ്, മറ്റൊരു കാര്യം നമ്മൾ ആമേൻ മറ്റുള്ളവരോട് ക്ഷമിക്കാൻ കഴിയാതിരിക്കുമ്പോൾ പലപ്പോഴും നമ്മുടെ ഹൃദയത്തിനകത്തൊരു തടിപ്പ് വരും എവിടെയോ. പക്ഷേ അതൊന്ന് ഉരുകി മാറുവാൻ വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുന്നുവെങ്കിൽ ആ ഹൃദയത്തിനകത്ത് തൻ്റെ പരിശുദ്ധാത്മാവിനാൽ സംസാരിക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ ദൈവം തൻ്റെ പ്രവാചകനായ യേശയ്യാവിൻ്റെ ജീവിതത്തിൽ നമുക്ക് സുപരിചിതമായ ഭാഗമാണ് യേശയ്യാ പ്രവാചന പുസ്തകം 6-ാം അധ്യായത്തിൽ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അവിടെ യേശയ്യാവ് പറയുന്നുണ്ട്, പ്രവചിച്ചുകൊണ്ടിരിക്കുന്ന യേശയ്യാവ് പറഞ്ഞു, ഞാൻ അശുദ്ധിയുള്ള നാവുകളുടെ മധ്യേ ജീവിക്കുന്ന വ്യക്തിയാണ്. പലപ്പോഴും എൻ്റെ നാവ് കൊണ്ട് പലപ്പോഴും എനിക്ക് തെറ്റുപറ്റി പോകുന്നുണ്ട്. അല്ലെങ്കിൽ എൻ്റെ നാവിനെ ഒന്ന് തൊടണമേ. ആ നാവിനെ തൊട്ടപ്പോൾ ആ നാവ് ശുദ്ധീകരിക്കപ്പെടുകയും ദൈവത്തിൻ്റെ കരം യേശയ്യാ പ്രവാചകനെ ശക്തമായി ദൈവം അതിശക്തിയോടെ ഉപയോഗിക്കാനൊക്കെ ഇടയാകുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഹല്ലേലൂയ. അതിൻ്റെ കാരണം ഞാൻ പറയുന്നത് ഇതാണ്. ഒരു പ്രവാചകനാണ് എന്ന് പറയുന്നൊരു വ്യക്തി എന്നോടോ നിങ്ങളോട് സംസാരിക്കുമ്പം, ഹല്ലേലൂയ, ഈ പ്രവചന ദൂത് എവിടുന്നാ വരുന്നെന്ന് തിരിച്ചറിയണമെങ്കിൽ ഈ പറയുന്ന വ്യക്തിയുടെ വ്യക്തിപരമായ ജീവിതത്തിൻ്റെ ഫലങ്ങൾക്കുള്ളിൽ നോക്കിക്കൊണ്ട് വേണം നമുക്ക് തിരിച്ചറിയാൻ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. അദ്ദേഹം പറയുന്ന വാക്കുകളും സംസാരങ്ങളും ശ്രദ്ധിക്കുമ്പോൾ നമുക്കറിയാം ഇദ്ദേഹം വിശുദ്ധനാണോ, അദ്ദേഹം എങ്ങനെയുള്ള വ്യക്തിയാണെന്നുള്ളത്. വിശുദ്ധന്മാരിലൂടെയാണ് ദൈവം പ്രവചിക്കുന്നത്. സ്തോത്രം. എന്നുള്ള ദൈവം പ്രവചിക്കണമെങ്കിൽ ഞാൻ എൻ്റെ ജീവിതം വിശുദ്ധമായി സൂക്ഷിക്കണം. അവിശുദ്ധി ഉള്ളവനുള്ള ദൈവം സംസാരിക്കത്തില്ല, അവൻ്റെ ബുദ്ധി സംസാരിക്കും. കണിയാന്മാർ പറയുന്നല്ലോ പറയും. ഹല്ലേലൂയ. അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന അതല്ലാത്ത ആത്മാവ് സംസാരിച്ചിരിക്കും. പക്ഷേ ദൈവത്തിൻ്റെ പ്രവാചകൻ പറയുന്നത് അത് അക്ഷരം പരി ജീവിതത്തിന്മേൽ നടക്കുവാൻ തക്കവണ്ണം ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിൻ്റെ ആ ശബ്ദം ഈ ദിവസങ്ങളിൽ കേൾക്കുവാൻ നമ്മളൊരു ദൈവശബ്ദം കേൾക്കുമ്പോൾ ആ ശബ്ദത്തിന് വേണ്ടി സമർപ്പിക്കുക മാത്രമല്ല, അവിടെ ശമൂവേൽ പ്രവാചകൻ ഏലിയുടെ മുമ്പിൽ ഏലിയോട് ദൈവം ഇടപെട്ടില്ല. കാരണം
ഏലി ആ കാലഘട്ടത്തിൽ അത് തൻ്റെ മക്കളെ ദൈവത്തിന് വേണ്ടി നിൽക്കുവാൻ അദ്ദേഹം തയ്യാറായില്ല. അപ്പം ആ ഒരു കാലഘട്ടത്തിൽ ദൈവത്തിന് വേണ്ടി നിൽക്കുവാൻ, ദൈവവചനത്തിന് വേണ്ടി നിൽക്കുവാൻ, ദൈവിക സത്യത്തിന് വേണ്ടി നിലനിൽക്കുവാൻ നമ്മൾ തയ്യാറാണെങ്കിൽ ദൈവം നമ്മളോട് ഈ കാലഘട്ടത്തിൽ ഇടപെടും. ദൈവം നമ്മളോട് സംസാരിക്കും. ഏലിയോടല്ല ദൈവം ഇടപെട്ടത്, ഏലിയുടെ കൂടെ നിന്നൊരു ബാലിനോട് ദൈവം ഇടപെട്ടെ. ഹല്ലേലൂയ. കാരണം ഇദ്ദേഹത്തോട് പറഞ്ഞാൽ ഇദ്ദേഹം അനുസരിക്കും. മനസ്സിലായില്ലേ? സ്തോത്രം. നമ്മൾ അനുസരിക്കുമെന്ന് ദൈവത്തിന് ഉറപ്പുണ്ടെങ്കിലേ ദൈവം സംസാരിക്കുള്ളൂ. കാരണം ഒരു പ്രാവശ്യം പറഞ്ഞിട്ട് അനുസരിച്ചില്ലെങ്കിൽ പിന്നെ കുറച്ചാൾ പിന്നെ ദൈവം മിണ്ടത്തില്ലെന്നുള്ളതാണ് എനിക്ക് മനസ്സിലാകുന്നത്. ഹല്ലേലൂയ. അപ്പോൾ ഏലിയാവിനോട് ദൈവം പറഞ്ഞു, ഏലിയാവ് എഴുന്നേറ്റ് ഭക്ഷണം കഴിക്കാമോ? ഏലിയാവ് ഭക്ഷണം കഴിച്ചിട്ട് പിന്നെ കിടന്നുറങ്ങി. ഒന്നുകൂടെ വിളിച്ചു, പിന്നെ തട്ടി ഉണർത്തി, പിന്നെ എഴുന്നേറ്റു, പിന്നെയും കിടന്നുറങ്ങിയെന്നെങ്കിൽ ഏലിയാവ് അവിടെ കിടന്നുറങ്ങത്തേ ഉള്ളൂ. സ്തോത്രം. ദൈവം വേറെ ആരെയും കാര്യം ഏൽപ്പിച്ചു കൊടുക്കും. ഹല്ലേലൂയ. അപ്പോൾ ദൈവശബ്ദം കേൾക്കാൻ തയ്യാറാകുമ്പോൾ അനുസരിക്കുന്നില്ലെങ്കിൽ, ഏലിയാവേ നിന്നെപ്പോലെ 7000 പേരെ ഞാൻ എഴുന്നേൽപ്പിച്ച് നിർത്തിയിട്ടുണ്ട്. ദൈവത്തിൻ്റെ ഹിതം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും നടക്കും. ഹല്ലേലൂയ. ദൈവം നടത്തും. പക്ഷെ അനുസരിക്കാനും ദൈവസന്നിധി ഏൽപ്പിക്കാനും തയ്യാറാണെങ്കിൽ ഗോഡ് വാണ്ട്സ് ടു യൂസ് us. എന്നിലൂടെ ദൈവം ഇടപെടും, എന്നിലൂടെ ദൈവം സംസാരിക്കും. ഇന്ന് വിശ്വാസത്തോടെ എന്നിലൂടെ തന്നെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നോട് ഇടപെടുവാൻ, ദൈവശബ്ദം കേൾക്കുവാൻ കർത്താവേ ഞാൻ എന്നെ ഏൽപ്പിക്കുകയാണ്. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിൻ്റെ ഹിതം, ദൈവത്തിൻ്റെ വില്ല് ഭൂമിയിൽ ദൈവം ചെയ്യും. ഹല്ലേലൂയ. നമ്മൾ എഴുന്നേറ്റില്ലെങ്കിൽ ദൈവത്തിന് അത് പറഞ്ഞാൽ ഇരിക്കാൻ പറ്റത്തില്ല. ദൈവം നമ്മൾ എഴുന്നേറ്റില്ല, ദൈവം ആരെ കൊണ്ടെങ്കിൽ ചെയ്യിപ്പിച്ചോളൂ. ഹല്ലേലൂയ. നമുക്ക് ദൈവം തന്ന ഭാഗ്യത്തിനായിട്ട് ദൈവം സ്തോത്രം ചെയ്യാൻ തയ്യാറാകും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദിസ് ഈസ് എ പ്രിവിലേജ്. ദൈവത്തെ എന്നെ കിട്ടിയതല്ല പ്രിവിലേജ്, എനിക്ക് എൻ്റെ ദൈവത്തെ കിട്ടിയതാണ്. സ്തോത്രം. ഹല്ലേലൂയ. വേറെ പലരും തിരഞ്ഞെടുക്കാമായിരുന്നില്ലേ? ചേട്ടനെ തിരഞ്ഞെടുക്കാമായിരുന്നു. ഹല്ലേലൂയ. പക്ഷെ എന്താ എന്നെ തിരഞ്ഞെടുത്ത്? ഹല്ലേലൂയ. ദാറ്റ്സ് എ പ്രിവിലേജ്. അതൊരു ഭാഗ്യമാ, അതൊരു വിളിയാ, അതൊരു തിരഞ്ഞെടുപ്പാ, അതൊരു ദൈവത്തിൻ്റെ പദ്ധതിയാണ്, അത് ദൈവത്തിൻ്റെ സ്നേഹമാണ്. ഹല്ലേലൂയ. അത് വിലയേറിയതാണ്. ദൈവത്തിന് മുമ്പിൽ, ആ ശബ്ദത്തിന് മുമ്പിൽ, മോശയെ പറ്റിയും നോഹയെ പറ്റിയും പറഞ്ഞിരിക്കുന്നത് ഇവർ ദൈവശബ്ദം കേൾക്കൊണ്ടിരിക്കുന്ന വ്യക്തികളാണ്. കാരണം പലർക്കും അറിയാവുന്ന വചനമാണ്. മോശയോട് ദൈവം പറഞ്ഞത് മോശ ചെയ്തു എന്നല്ല എഴുതിയിരിക്കുന്നത്. മോശ ദൈവം പറഞ്ഞ പോലെ ചെയ്തു, അതുപോലെ ചെയ്തു എന്ന് പറഞ്ഞാൽ 99% കൊണ്ട് നിർത്തിയില്ല, 100-ൽ 100 മാർക്കും കിട്ടി. അപ്പോൾ കോമായും പുള്ളിയില്ലാതെ അനുസരിക്കാനൊരു ഹൃദയമാണെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഇടപെടും. ഹല്ലേലൂയ. ഇത് എത്ര പേർ തീരുമാനമെടുക്കും? കർത്താവേ അവിടുന്ന് എന്ത് പറഞ്ഞാലും ഞാൻ അനുസരിക്കാൻ തയ്യാറാണ്. അവിടുന്ന് എന്ത് പറഞ്ഞാലും ഞാൻ അനുസരിക്കാൻ തയ്യാറാണ്. വള്ളിയോ പുള്ളിയോ തെറ്റത്തില്ല. അങ്ങനെ വള്ളിയും പുള്ളിയൊക്കെ എവിടെയെങ്കിലും തെറ്റിയിട്ടുണ്ടെങ്കിൽ ഇന്ന് കർത്താവ് പറയാം, കർത്താവേ 100% അനുസരിക്കാൻ തയ്യാറാകുന്നവരുടെ ദൈവത്തിന് ആത്മാവ് ഇടപെട്ടിരിക്കും. ചില ദൈവശബ്ദങ്ങൾ ഇന്ന് തടഞ്ഞു കിടക്കുന്നത് ചില ഏറ്റുപറച്ചിലിൻ്റെ കുറവ് കൊണ്ടാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഒരു ഏറ്റുപറച്ചിലിന് വേണ്ടി ഇന്നൊന്ന് തയ്യാറാകുന്നുവെങ്കിൽ ഒരു ദൈവശബ്ദം നമ്മെ കാത്തിരിക്കുന്നുണ്ട്. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ജീവിതം ഹ്രസ്വമാണ്, ചുരുങ്ങിയതാണ്. പക്ഷേ ഈ ചുരുങ്ങിയ ജീവിതത്തിനുള്ളിൽ ഒരു ദൈവപ്രവൃത്തി എൻ്റെ ജീവിതത്തിന്മേൽ വെളിപ്പെട്ടിട്ട് എൻ്റെ കണ്ണടയണമെന്ന് ആഗ്രഹിക്കുന്ന ഇതിനകത്തുണ്ടെങ്കിൽ ഇന്ന് കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചിട്ട്, കർത്താവെ ശേഷിക്കുന്നതിന് ആയുസ്സുണ്ടെങ്കിൽ എൻ്റെ കർത്താവിനോട് ഞാൻ സമർപ്പിക്കുകയാണ്. അവിടുത്തെ ശബ്ദത്തിനായിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഐ വാണ്ട് ടു ഹിയർ യുവർ വോയിസ് ക്ലിയർലി into my life. I want to move in your path, Lord. I want to be led by your spirit. അവിടുത്തെ പരിശുദ്ധാത്മാവിന്റെ നടത്തിപ്പിനായിട്ട്. സ്തോത്രം. ഹല്ലേലൂയ. ആ ഒരു സമൂഹത്തിന്റെ മധ്യേ ഒറ്റയ്ക്ക് നിൽക്കുവാൻ ഒരു നോഹ തയ്യാറായി. പെട്ടകം പണിയണമെന്ന് പറഞ്ഞപ്പം, ഇതിന് ഇത്രയും നീളവും ആഴവും വീതിയൊക്കെ പറഞ്ഞപ്പോഴും അല്പസ്വല്പം കുറയ്ക്കാനൊന്നും അദ്ദേഹം പോയില്ല. കറക്റ്റായിട്ട് അത് മതി.
സമാഗമ കൂടാരം പണിയാൻ പറഞ്ഞപ്പം അതിനകത്ത് 1 ഇഞ്ച് പോലും മാറ്റം വന്നിട്ടില്ല. അതിനകത്തിരിക്കുന്ന കട്ടൻ്റെ കളർ ആമേൻ അത് ചുവപ്പാണെന്ന് പറഞ്ഞാൽ അത് സാരമില്ല, മോശ അത് വേണ്ട, നമുക്ക് നീല വെക്കാമെന്ന് പറഞ്ഞാൽ മോശ പറയും വേണ്ട. സ്തോത്രം. അതിൻ്റെ നൂലിൻ്റെ കാര്യം പോലും ദൈവം പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. ആണിവിടെ മാറാതെ ആമേൻ ദൈവ ശബ്ദത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ എല്ലാവരോടും ദൈവം ഇടപെടുമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇതിനകത്തൊരു വില കൊടുക്കാൻ തയ്യാറാകുന്നവരോട് God wants to speak to you. God wants to speak to you. God wants to speak to me. ഹല്ലേലൂയ. ആമേൻ. അപ്പോൾ ദൈവം പറയാണ്, ചെവിയാഴ്ച നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവിൻ എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ച് കേൾക്കുവാൻ. ആമേൻ. ആ ശ്രദ്ധിച്ച് കേൾക്കുന്നവരോടാണ് ദൈവം ഇടപെടുന്നത് എന്ന് പറഞ്ഞാൽ, മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ആ കർത്താവ് എന്നോട് സംസാരിക്കുമെന്ന് വ്യക്തിപരമായി ഏറ്റവും ആഗ്രഹം നമ്മുടെ ഉള്ളിൽ വേണം. ആത്മാർത്ഥമായിട്ട് പറയുകയാണെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹത. അതുകൊണ്ടാണ് ഞാൻ ജീവിതം പറയുന്നത്. ഹല്ലേലൂയ. കാരണം പല അപജയങ്ങളും ജീവിതത്തിൽ വന്നുപോയി, പല തെറ്റുകളും പറ്റിപ്പോയി, വഴി തെറ്റിപ്പോയി. പക്ഷേ ഇനി അങ്ങനെ ഒരു അനുഭവം എൻ്റെ ജീവിതത്തിൽ വരാൻ പാടില്ല എന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഇതിനകത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് കർത്താവിൻ്റെ കാര്യങ്ങളിലേക്ക് ഏൽപ്പിച്ചാട്ടെ. മതി മതി മതി, ഇനഫ് ഈസ് ഇനഫ്. നോ, ഇനി ഞാൻ മുമ്പോട്ട് പോകുന്നെങ്കിൽ ആ ദൈവ ശബ്ദം കേട്ട് മാത്രമേ ഞാൻ പോകത്തുള്ളൂ. ദൈവഹിതമല്ലാതെ ഒരു തീരുമാനം എൻ്റെ ജീവിതത്തിന്മേൽ വരത്തില്ല. ഹല്ലേലൂയ. അങ്ങനെ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ 100% ദൈവം ഇടപെട്ടിരിക്കും. ഹല്ലേലൂയ. നമ്മുടെ ആഗ്രഹമല്ല, ദൈവത്തിൻ്റെ ഹിതം നമ്മുടെ മേൽ വെളിപ്പെടുവാൻ വേണ്ടി ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ ഹെബ്രായ ലേഖനത്തിൽ പറയുകയാണ്. നമ്മൾ ഒഴുകിപ്പോകാതിരിക്കേണ്ടത്, കേട്ടത് ശ്രദ്ധയോടെ കേൾക്കുക. അപ്പോൾ ദൈവത്തിൻ്റെ ശബ്ദം പല രീതിയിൽ നമുക്ക് കേൾക്കും. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത്, ദൈവവചനത്തിനകത്ത് പറഞ്ഞിരിക്കുന്ന ദൈവത്തിൻ്റെതായ കാര്യങ്ങൾ നമുക്കനുസരിക്കാൻ പല കാര്യങ്ങളും ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ ഇതിനകത്ത് കിടപ്പുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. ചിലരെയൊക്കെ നമുക്കൊന്ന് അനുസരിക്കാൻ, ചിലപ്പം ചിലരോടൊക്കെ നമ്മുടെ കൂടെ ഇടപെടുന്ന നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ, നമ്മുടെ ജോലി മണ്ഡലങ്ങളിൽ, നമ്മുടെ കുടുംബത്തിനകത്ത് നമ്മളുമായി നിരന്തരമായി ഇടപെടുന്നവരുമായിട്ടുള്ള കൂട്ടുബന്ധങ്ങൾക്കുള്ളിൽ നമ്മൾ പലപ്പോഴും ദൈവ ശബ്ദം പറയുന്നത് കേൾക്കുവാൻ നമുക്ക് കഴിഞ്ഞിരിക്കാം. നമ്മളോട് കയർത്ത് സംസാരിക്കുന്നവരോട്, നമ്മളെ മുറിവേൽപ്പിക്കുന്നവരോട്, നമ്മളിൽ നിന്ന് അന്യായമായി കൊണ്ടുപോകുന്നവരോട് ആമേ ഈ ദിവസങ്ങൾ ദൈവ വചനപ്രകാരം എന്താ പറഞ്ഞിരിക്കുന്നത് അത് ചെയ്യാൻ തയ്യാറാകുമ്പോൾ നമ്മൾ ദൈവശബ്ദത്തിന് ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. അതത്ര എളുപ്പമല്ല. ആമേൻ. ഹല്ലേലൂയ. നമ്മുടെ മുകളിലിരിക്കുന്ന മേലുദ്യോഗസ്ഥനായിരിക്കാം, ഒരുപക്ഷെ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നവരായിരിക്കാം, അവരോട് ഒരുപക്ഷെ ദൈവവചനപ്രകാരം നമുക്ക് അങ്ങോട്ട് സംസാരിക്കാൻ പലപ്പോഴും കഴിയും, നമ്മൾക്ക് പെരുമാറാൻ കഴിയാതിരിക്കും, നമുക്ക് ചെയ്യാൻ കഴിയാതിരിക്കുമ്പോൾ ആമേൻ ദൈവവചനത്തിൻ്റെ അനുസരിച്ച് നമുക്ക് പൂർണ്ണമായിട്ടും നമ്മൾ അങ്ങോട്ട് ചെയ്യാൻ തയ്യാറാകുമ്പോഴുണ്ടല്ലോ അതിനകത്തൊരു അത്ഭുതം കിടപ്പുണ്ട്. ദ കീ ടു ബ്ലെസ്സിങ്. ഹലോ, ഇത് അറിയാവുന്നതുകൊണ്ട് നമുക്ക് പറയാം. കീ ടു ദ ബ്ലെസ്സിങ്, അനുഗ്രഹത്തിൻ്റെ താക്കോൽ അല്ലേ? ഒബീഡിയൻസാ. ഹല്ലേലൂയ. അതിൻ്റെ പിന്നിൽ ഒരു അത്ഭുതം കിടപ്പുണ്ടത്. സ്തോത്രം. The key to blessing is obedience to the word of God. ദൈവവചന ശബ്ദത്തിന് മുമ്പിൽ എടുക്കേണ്ടെന്ന ചൂടുവെപ്പം എടുക്കാൻ തയ്യാറാകുമ്പോൾ അടുത്ത നടക്കുന്ന അത്ഭുതമാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ദൈവം നോക്കിയിരിക്കുകയാണ്, ഇവൻ ഇത് ചെയ്തിട്ട് വേണം അടുത്തത് പറഞ്ഞു കൊടുക്കാൻ. ഇത് ചെയ്യാതെ അടുത്ത് പറഞ്ഞു കൊടുക്കുന്നേ. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. യോശുവയോട് നിങ്ങൾ അവിടെ നിൽക്കുന്ന യോർദാൻ്റെ അവിടെ കാൽ വെക്കാൻ പറഞ്ഞ ആ കാൽ വെച്ചപ്പോൾ ആണ് യോർദാൻ മാറിയത്. കാൽ വെക്കാൻ തയ്യാറായില്ലെങ്കിൽ യോർദാൻ അവിടെ നിൽക്കത്തേ ഉള്ളൂ. ഹല്ലേലൂയ. അപ്പോൾ ദൈവ ശബ്ദത്തിന് മുമ്പിൽ ഒരു പത്രോസ് പടകിൽ വീശി എറിയുന്ന ഒരു വല നമ്മൾ കാണുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ ചലിച്ച ദൈവശബ്ദത്തിന് മുമ്പിൽ ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറായപ്പോൾ അതിൻ്റെ അകത്ത് പിടയ്ക്കുന്ന മീൻ വന്നു. പക്ഷെ അതിനൊക്കെ അപ്പുറത്ത് ഹല്ലേലൂയ ഇന്ന് നമ്മുടെ ജീവിതത്തിനകത്ത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വചനപ്രകാരമുള്ള വാക്കുകൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് മത്തായി സുവിശേഷം 5-ാം അധ്യായം നമുക്കൊന്ന് സൂക്ഷ്മമായി ഇപ്പോൾ പഠിക്കേണ്ട സമയമുള്ളപ്പോൾ ഞാൻ അതിനകത്ത് കിടക്കുന്ന മോശയ്ക്ക് മറുരൂപമാലയെ കൊടുത്ത ഇപ്പം വായിച്ചാൽ ചിലപ്പോൾ നിങ്ങൾ കൈ അടിക്കത്തില്ല, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. സ്തോത്രം. നമുക്കറിയാം മത്തായി 5 ബിയാറ്റിറ്റ്യൂഡ്സ് അല്ലേ, അത്
സ്തോത്രം, നമ്മുടെ ചില ജീവിതത്തിലേക്ക് അനുവർത്തിക്കാൻ നമ്മൾ തയ്യാറാണെങ്കിൽ, സ്തോത്രം, 5, 6, 7 വാക്യങ്ങൾ യേശുക്രിസ്തു കണ്ടിന്യൂസ് ആയിട്ട് കൊടുത്ത ഉപദേശമാണ്. യേശുക്രിസ്തു വചനം പറയുമ്പോൾ ഞാൻ പറയുന്നതല്ല പറയുന്നത്, നമ്മളൊന്നും പറയുന്നതല്ല. യേശു ഇരുന്നോണ്ട് സംസാരിച്ചു. പക്ഷേ ഇരുന്നോണ്ട് സംസാരിക്കുന്ന യേശു ഏകദേശം പകുതി ദിവസം മുഴുവൻ ദിവസം ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയെന്ന് പറയുന്നത്. സ്തോത്രം, അവിടെ ഒരു മനുഷ്യനും തളർന്നു പോകത്തില്ല. യേശു സംസാരിക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും അവൻ്റെ എല്ലാവരുടെയും കണ്ണ്, ഹല്ലേലൂയ, എല്ലാവരുടെയും കണ്ണ് അവങ്കലായിരുന്നു. എല്ലാവരുടെയും കണ്ണ് ദൈവത്തിങ്കിലായിരുന്നു. ദൈവം സംസാരിക്കുമ്പോൾ നമ്മുടെ കണ്ണ് ദൈവത്തിങ്കിലേക്കാകണമെങ്കിൽ ആ വചനം ഈ ദിവസങ്ങളിൽ എന്റെ മേൽ വെളിപ്പെടും. സ്തോത്രം, വചനത്തിന് പ്രാധാന്യമല്ല, വചനത്തിന് അതിപ്രാധാന്യം കൊടുക്കാൻ നമുക്ക് തയ്യാറാകാം. ഹല്ലേലൂയ. അപ്പോൾ അവന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ ഈ ദിവസങ്ങളിൽ ആ തിരുവചനത്തിൽ പറഞ്ഞിരിക്കുന്നത് നമ്മൾ കേൾക്കുവാൻ തയ്യാറാണെങ്കിൽ മാത്രമേ ദൈവം നമ്മളോട് ഇടപെടുകയുള്ളൂ. ആഗ്രഹമുള്ളവരാണ് ദൈവം ഇടപെടുന്നത്. അപ്പം ഈ ശബ്ദം ശമൂവേലിനോട് ഇടപെട്ടപ്പോൾ ശമൂവേൽ പറഞ്ഞ കാര്യം ഏലിയോട് പറഞ്ഞു. പറയുന്ന ഓരോ കാര്യവും ശമൂവേൽ ചെയ്യാൻ തയ്യാറായപ്പം തിരുവചനത്തിൽ പറഞ്ഞിരിക്കുന്നത് ദൈവം, പിന്നെ 1 ശമൂവേൽ 3:21 പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ: യഹോവ ശീലോവിൽ വെച്ച് ശമൂവേലിന് യഹോവയുടെ വചനത്താൽ വെളിപ്പെട്ട ശേഷം യഹോവ വീണ്ടും വീണ്ടും ശീലോവിൽ വെച്ച് പ്രത്യക്ഷനായി. വീണ്ടും വീണ്ടും സംസാരിച്ചുകൊണ്ടിരിക്കും. വിശ്വസിക്കുന്ന അത്രമാര് പറയും, കർത്താവേ വീണ്ടും വീണ്ടും സംസാരിക്കും. ഒരു ദിവസം സംസാരിച്ചാൽ പോരാ, ഒരു ദിവസം ഞായറാഴ്ച ദിവസം മാത്രം പോരാ. കർത്താവേ തിങ്കളാഴ്ച വേണം, ചൊവ്വാഴ്ച വേണം, ബുധനാഴ്ച വേണം, വ്യാഴാഴ്ച വേണം, വെള്ളിയാഴ്ച വേണം, ശനിയാഴ്ച വേണം, ഞായറാഴ്ച വേണം, എല്ലാ ദിവസവും. The whole month, the whole year, I want to listen to your voice speaking to me. ഹല്ലേലൂയ. അടിയനോട് സംസാരിക്കണമേ എന്ന് പറയുമ്പോഴും പിന്നെ ഒരു കാര്യമുണ്ട്, ദൈവശബ്ദം കേട്ടിട്ട് അനുസരിക്കാതിരുന്നാൽ ആമേൻ മറുത്ത് മത്സരിക്കുന്ന തിരുവചനത്തിൽ പറയുന്നത്. അപ്പോൾ നമ്മളോട് പരിശുദ്ധാത്മാവ് പുതിയ നിയമസഭയോട് ദൈവം ഇടപെടുന്നത് തൻ്റെ ആത്മാവിനാലാണ്. ആമേൻ. അപ്പം കർത്താവായ യേശു ക്രിസ്തു അല്ലെങ്കിൽ ദൈവസഭയോട് ദൈവം ഇടപെടുന്നതായിട്ട് റെവലേഷൻ, വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. അവിടെ പറഞ്ഞിരിക്കുന്നത് ആത്മാവ് സഭകളോട് പറയുന്നത് എന്തോ? ചെവി നമുക്ക് വേണം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ചെവിയുള്ളവൻ കേൾക്കട്ടെ. യേശു പറഞ്ഞത് തന്നെയല്ലേ? ഞാൻ പറയാ, ചെവിയുള്ളവൻ കേട്ടാൽ മതി. ചെവി ഇല്ലാത്തവരെന്നല്ല പറയുന്നത്. അവിടെ ഇരുന്ന് എല്ലാവർക്കും 2 ചെവി ഉള്ളവരാ. സ്തോത്രം. പക്ഷെ കർത്താവ് പറയാണ്, ദൈവത്തിൻ്റെ ആത്മാവിൽ തിരിച്ചറിയാൻ കഴിയുന്നവരുണ്ടെങ്കിൽ അവർ കേൾക്കട്ടെ. അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ എല്ലായിടും ഉണ്ട്. പക്ഷേ ആ പരിശുദ്ധാത്മാവിൻ്റെ സെൻസിറ്റിവിറ്റിയിലേക്ക് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാകും. പരിശുദ്ധാത്മാവിനെ എല്ലാത്തിനേക്കാളും ആത്മാവിന് വിലയേറിയതായി കാണുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് ഇടപെടുവാൻ തുടങ്ങും. അപ്പോൾ ദൈവം നമ്മളോട് ഇടപെടുന്നത് യേശു ക്രിസ്തുവിലൂടെയാണ്. ഇടപെടുന്നുള്ളത്. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യം നമുക്ക് വായിക്കാം. ദൈവസഭയോട് ദൈവം ഇടപെടുന്നത് എങ്ങനെയാണ്? ഹല്ലേലൂയ. ആരാണ് ദൈവസഭയോട് ഇടപെടുന്നത്? ആരാണ് എന്നോട് സംസാരിക്കുന്നത്? ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. ആ, അവിടെ പറയുകയാണ്, ആത്മാവ് നിങ്ങളോട് അവൻ സ്വയമായി സംസാരിക്കുന്നില്ല. പരിശുദ്ധാത്മാവ് എന്ന വ്യക്തിത്വം നമ്മളോട് ഇടപെടുന്നത് സ്വയമായിട്ടല്ല, അവൻ കേൾക്കുന്നത് അവൻ പറയും. പരിശുദ്ധാത്മാവ് പറയും.
അപ്പൊ ആരോ പരിശുദ്ധാത്മാവിനോട് സംസാരിക്കുന്നുണ്ട്. അടുത്ത വാക്യം വായിക്കാവോ? അവൻ എനിക്കുള്ളതിൽ നിന്ന് എടുത്ത് നിങ്ങൾക്ക് അറിയിച്ചു തരുന്നത് കൊണ്ട് എന്നെ മഹത്വപ്പെടുത്തും. അതെ, അവിടെ പറയുകയാണ് എനിക്കുള്ളതിൽ നിന്നും, യേശു ക്രിസ്തുവിൽ നിന്നും. ആമേൻ. യേശു ക്രിസ്തു ദൈവസഭയോട് ഇടപെടുവാൻ ദൈവക്രിസ്തുവിന് താല്പര്യമുണ്ടെന്ന്. Jesus is speaking to each one of you, and it is through the Holy Spirit of God. പരിശുദ്ധ ആത്മാവ് നമ്മളോട് സംസാരിക്കുന്നത്, യേശു പറയുന്ന കാര്യങ്ങളാണ് പരിശുദ്ധ ആത്മാവ് സംസാരിക്കുന്നത്. കർത്താവ് യേശു പറയുകയാണ്, ഞാനാണ് സാക്ഷാൽ നല്ല ഇടയൻ, അല്ലേ? നല്ല ഇടയൻ ഞാനാണ്. എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കും. ആടാണോ? സ്തോത്രം, സ്തോത്രം. നമ്മളെ ദൈവം ആടായിട്ടാണ് വിളിച്ചിരിക്കുന്നതെങ്കിൽ ഇടയൻ്റെ ശബ്ദം, ഇടയൻ നമ്മളോട് സംസാരിക്കും. ഇടയൻ ഓരോ ദിവസവും ഇടയൻ ഓരോ ദിവസവും വഴി നടത്തും. ആമേൻ. അവിടെ ദൈവവചനത്തിലൂടെയാണ് ദൈവം സംസാരിക്കുന്നത്, പരിശുദ്ധാത്മാവിലൂടെയാണ് ദൈവം സംസാരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഞായറാഴ്ചകളിൽ വന്ന് ദൈവത്തെ ആരാധിക്കുമ്പോൾ നമ്മൾ പരിശുദ്ധാത്മാവിനാൽ ദൈവം നമ്മളെ നിറയ്ക്കാൻ തുടങ്ങുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കിയോ, ദൈവം സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്, കണക്ഷൻ നമുക്ക് വരാൻ തുടങ്ങി. കാരണം നമ്മൾ ഇതിനകത്ത് നിന്ന് ഇറങ്ങിപ്പോകുമ്പം പരിശുദ്ധാത്മാവിൻ്റെ ശക്തി, അല്ലെങ്കിൽ ഈ കൂട്ടായ്മകൾക്കുള്ളിൽ നമ്മൾ ഇരിക്കാതിരിക്കുമ്പോൾ പലപ്പോഴും പിന്നെ പ്രവർത്തിക്കുന്ന ജഡമായിരിക്കും. ജഡത്തിന് ജഡത്തോടെ ഇടപെടാൻ കഴിയത്തുള്ളൂ. ആമേൻ. ആത്മാവിനോട് സംസാരിക്കും. പരിശുദ്ധാത്മാവിന് മാത്രമേ ദൈവത്തിൻ്റെ ഹൃദയത്തിൽ എന്താണെന്ന് അറിയാൻ സാധിക്കത്തുള്ളൂ. ഹല്ലേലൂയ. ആ ദൈവത്തിൻ്റെ ഹൃദയത്തിലുള്ളത് പരിശുദ്ധാത്മാവിലൂടെ ദൈവം നമ്മളോട് ഇടപെടുവാൻ തുടങ്ങുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ഒരു നടത്തിപ്പ് നമ്മുടെ ജീവിതത്തിൻ്റെ മേൽ വരുവാൻ തുടങ്ങും. അതുകൊണ്ടാണ് ബുദ്ധിഹീനരാകാതെ കർത്താവിൻ്റെ ഇഷ്ടം എന്നതെന്ന് തിരിച്ചറിഞ്ഞുകൊള്ളുവേൻ. ബുദ്ധിഹീനരാകാതെ, ഹല്ലേലൂയ, നമ്മൾ കർത്താവിൻ്റെ ഇഷ്ടമെന്താണെന്ന് തിരിച്ചറിഞ്ഞുകൊള്ളണം. ഹല്ലേലൂയ. അതിനെന്താ ചെയ്യണ്ടേ? എഫെസ്യർ 5:17. സ്തോത്രം. അവിടെ പറയുകയാണ്, നിങ്ങൾ വീഞ്ഞു കുടിച്ച് ചിലർ വീഞ്ഞു കുടിച്ചാൽ കുഴപ്പമില്ല, മത്തരാകാരുന്നത്. സ്തോത്രം. വീഞ്ഞു കുടിക്കുന്ന മത്തരാകാനാണ്, അല്ലേ? വീഞ്ഞു കുടിച്ച് മത്തരാകുന്നതിന് പിന്നെ വീഞ്ഞു കുടിക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ വീഞ്ഞു കുടിച്ച് മത്തരാകണമെന്ന് പറഞ്ഞാൽ വീഞ്ഞു കുടിക്കുന്നതാണ്. വീഞ്ഞു കുടിക്കുന്ന പാസ്റ്റർമാരൊക്കെ ഉണ്ട്. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ഈ വീഞ്ഞ് മാത്രമല്ല, പലതും വേറെ പ്രശ്നങ്ങളുമുണ്ട്. യൂട്യൂബിനകത്തൊക്കെ കയറി കഴിഞ്ഞാൽ വീഞ്ഞ് കുടിക്കുന്നതിനും പ്രശ്നമാണ്. നമ്മുടെ മനസ്സൊക്കെ ആകെപ്പാടെ വഴിതെറ്റിപ്പോവും. പലവിധ ചിന്തകൾ. ഇപ്പോൾ ഇതിനകത്ത് ഈ ചെറിയ ക്ലിപ്പുകളൊക്കെ വന്ന് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇത് പോയി തിരിച്ചു വരുമ്പോഴത്തേക്കും പിന്നെ പറയും, ഞാൻ എവിടെയാണ് നിൽക്കുന്ന പോലും അറിയത്തില്ല, പരിശുദ്ധാത്മാവ് എവിടെയാണെന്ന് അറിയത്തില്ല. സ്തോത്രം. പ്രാർത്ഥിച്ചു തുടങ്ങുന്ന എന്ന് പറഞ്ഞാൽ കർത്താവിൽ നമ്മൾ ഫോക്കസ്ഡ് ആയിട്ട് മറ്റെല്ലാം മാറ്റിവെച്ച് ദൈവ സാന്നിധ്യത്തിനകത്തിരുന്നു കൊണ്ട് ആമേൻ പരിശുദ്ധാത്മാവിന്റെ നിറവിലാണെങ്കിൽ, ഹല്ലേലൂയ, ദുർനടപ്പുണ്ടാകും. ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാൽ, സ്തുതികളാൽ, ആത്മീയ ഗീതങ്ങളാൽ തമ്മിൽ സംസാരിച്ചും നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിനെ പാടിയും കീർത്തനം ചെയ്തും, പിന്നെ എങ്ങനെയാ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവം പിതാവ് എപ്പോഴും എല്ലാറ്റിനും വേണ്ടിയും സ്തോത്രം ചെയ്തോളുവേൻ. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. ഞായറാഴ്ച മാത്രമല്ല സ്തോത്രം, ഞായറാഴ്ച തന്നെ നമ്മൾ കഷ്ടിച്ച സ്തോത്രം പറയുന്നു. സ്തോത്രം. പക്ഷെ എപ്പോഴും സ്തോത്രം ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ആമേൻ. അപ്പോൾ ദൈവവുമായിട്ട് നിരന്തരമായി ഒരു കൂട്ടുബന്ധം വരും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. എത്ര പ്രാർത്ഥിക്കുന്നു. ഓപ്പൺ യുവർ ഹാർട്ട് ടുഡേ. സമയത്തിൻ്റെ പരിമിതികൾക്കുള്ളിൽ നിർത്തുവാൻ താല്പര്യപ്പെടുമ്പോൾ സ്തോത്രം, 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 സ്തോത്രം. വണ്ടി ഓടിക്കുമ്പോൾ, ഹല്ലേലൂയ, ജോലി ചെയ്യുമ്പോൾ, ഒറ്റയ്ക്കായിരിക്കുമ്പോൾ, ആമേൻ, ആൾക്കൂട്ടത്തിൻ്റെ മധ്യയും പലപ്പോഴും ഏകാന്തത അനുഭവിക്കുന്ന ആരെങ്കിലും ഇതിനകത്തുണ്ടെങ്കിൽ
ആമേൻ, സ്തോത്രം. പലപ്പോഴും ഒറ്റപ്പെടലിൻ്റെ അനുഭവങ്ങളായിരിക്കുന്നവരുണ്ടെങ്കിൽ, ആമേൻ, പലപ്പോഴും ആത്മീയമായി ശോഷിച്ചു പോകുന്ന അനുഭവങ്ങളുണ്ടെങ്കിൽ, ഇന്ന് പകലൊന്ന് പ്രാർത്ഥിച്ചാട്ടെ, കർത്താവേ എനിക്ക് ആ കൃപ പകരണമേ, ആത്മാവിൻ്റെ ശക്തിയുടെ ആമേൻ ആ കൃപ എപ്പോഴും ആത്മാവിനുള്ള നടത്തിപ്പായിട്ട് കർത്താവേ എനിക്ക് ആവശ്യമായിരിക്കുന്നു കൃപ ഇന്ന് പകൽ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ കർത്താവേ എൻ്റെ മേൽ പകരണം. എത്ര ആഗ്രഹമുള്ളവരുണ്ടെന്ന് പ്രാർത്ഥിക്കാൻ. സ്വതം ഐ നീഡ് ആമേൻ. വന്നും പോകുന്ന ആത്മാവല്ല നമ്മൾ പ്രാപിച്ചിരിക്കുന്നത്, എൻ്റെ മേൽ പരിശുദ്ധാത്മാവ് ഇരിക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. ആമേൻ. ദാറ്റ്സ് വാട്ട് ഇറ്റ് സേസ്. നമ്മുടെ മേൽ എന്നേക്കും കൂടെ ഇരിക്കേണ്ടതിനായിട്ട് ഒരു ആത്മാവിനെ ദൈവം പകർന്നത് കൂടെ ഇരിക്കാൻ വേണ്ടിയാ. യേശു പറഞ്ഞു ഞാൻ പോയിട്ട് വരും, പക്ഷേ നിങ്ങളുടെ കൂടെ എന്നേക്കും സ്ഥിരമായൊരു ആത്മാവിനെ ഞാൻ പകർന്നിട്ട് പോകും. ഇന്ന് ഈ സമയം ഞാൻ സംസാരിക്കുമ്പോൾ ദൈവസഭയ്ക്കകത്തിരിക്കുന്ന ദൈവമക്കൾ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ, ചെവിയുള്ളവരുണ്ടെങ്കിൽ കേൾക്കുന്നുണ്ടെങ്കിൽ, എൻ്റെ ആത്മീയ ശ്രമങ്ങളെ തുറക്കാൻ കഴിയുന്ന ഒരുവനാണെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് മാത്രമേ ഉള്ളൂ. ആമേൻ. പലപ്പോഴും കേൾക്കുന്ന വചനം ഹൃദയത്തിനകത്ത് നിലനിൽക്കാതാക്കണം, അതിനെ എടുത്തുകൊണ്ട് പോകുന്ന ഇരുട്ടിൻ്റെ വ്യാപാരം ഇന്ന് പകൽ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ കീഴടങ്ങി മാറട്ടെ. സ്തോത്രം, സ്തോത്രം. ദൈവജനം വിടുതൽ പ്രാപിക്കുക. എത്ര വിശ്വസിക്കുന്നുണ്ട്? സ്തോത്രം, സ്തോത്രം. കേവലം ഭൗതിക വിടുതൽ, ആത്മീയ വിടുതലിനകത്ത് ഭൗതിക വിടുതൽ കിടക്കുന്നത്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ദൈവവചനത്തിന് വേണ്ടി ഒരു ദാഹം എന്ന് യേശുവിൻ്റെ നാമത്തിൽ ചിലരുടെ മേൽ പകരപ്പെടട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. മടുപ്പിക്കുന്ന വചനം വായിക്കാൻ പോലും സമ്മതിക്കാതെ, ഹാലെ പ്രാർത്ഥിക്കാൻ സമ്മതിക്കാതെ, ദൈവസന്നിധിയിൽ കടന്നു വരാൻ സമ്മതിക്കാതെ, ഹാലേലൂയ ദൈവശബ്ദം കേൾപ്പിക്കാൻ സമ്മതിക്കാതെ, ഹാലേലൂയ പലപ്പോഴും ഇരുട്ടിട്ട് മൂടുന്ന, പലപ്പോഴും മറുതലിപ്പിൻ്റെ അനുഭവങ്ങൾ കൊണ്ടുവരുന്ന ഇരുട്ടിൻ്റെ വ്യാപാരം യേശുവിൻ്റെ നാമത്തിൽ നിന്ന് മാറും. ഹല്ലേലൂയ. എന്നിൽ നിന്ന് വിട്ടുമാറണമെന്ന് കർത്താവേ എനിക്കൊരു കൃപ ആവശ്യമുണ്ട്, എനിക്ക് മേൽ പകരണമേ എന്ന് ഇന്ന് ആരെങ്കിലും പ്രാർത്ഥിക്കുന്നുണ്ട് ഏൽപ്പിച്ചാണ്. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു. കൂരിൽ താഴ്വാരങ്ങൾ കൂടി നടന്നാലും, ഹല്ലേലൂയ, ദാവീദ് പറയുകയാണ് എനിക്കൊരു ഇടയനുണ്ട്, ഒരനർത്ഥവും ഞാൻ ഭയപ്പെടുകയില്ല, ഒരനർത്ഥവും ഞാൻ ഭയപ്പെടത്തില്ല. ചില വിഷയങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഞാൻ ഭയപ്പെട്ടു പോകുന്ന അനുഭവങ്ങളുണ്ട്, ഇപ്പോഴുമുണ്ട്. ഹല്ലേലൂയ. പലപ്പോഴും വറീഡായി പോകും, പലപ്പോഴും ടെൻഷൻ വരും, BP കൂടും. പക്ഷേ ഒരു കാര്യം തിരിച്ചറിഞ്ഞു, ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ഒരു കൃപ പരിശുദ്ധാത്മാവ് പകരുമ്പോൾ എത്ര വലിയ പ്രശ്നമാണെങ്കിലും ഉള്ളിൽ ദൈവത്തിന് ആത്മാവ് ഒരു കൺവിക്ഷൻ തരും. മകനെ ഭയപ്പെടേണ്ട, ഞാനുണ്ട്. നിൻ്റെ പ്രശ്നം എനിക്കറിയാം, അത് നിന്നെ മുടത്തില്ല. നിൻ്റെ വിഷയത്തിന് സമയമാകുമ്പോൾ ദൈവപ്രവൃത്തി വെളിപ്പെടുമെന്ന് ഒരു കൺവിക്ഷൻ, ഒരു ഉറപ്പ്, ഒരു സമാധാനം, ഒരു സന്തോഷം പരിശുദ്ധാത്മാവ് നൽകുന്നത്. അത് നൽകിയ പിന്നെ ഏത് വിഷയത്തെ നമുക്ക് പോയി നേടാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അല്ലെങ്കിൽ മുന്നോട്ട് പോകാൻ കഴിയത്തില്ല. സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ, ആമേൻ. ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു. ആടുകളുടെ എപ്പോഴും അനുസരണമുള്ളതാണ് ആട്. ഹല്ലേലൂയ. എന്ത് പറഞ്ഞാലും ചെയ്യാൻ തയ്യാറാകുന്ന ആട്. ആടെപ്പോഴും ഇടയനെ പുറകെ പോകുന്ന ആട്. എപ്പോഴും ഒരു സ്നേഹമുള്ളത് ആട്. ഹല്ലേലൂയ. അത് മറുതലിക്ക് തിരിച്ചു പറയാൻ പോകത്തില്ല, കൊമ്പുമായിട്ട് കുത്താൻ പോകത്തില്ല, ഇടയനെ പുറകിൽ നിന്ന് കുത്തി മലത്തത്തില്ല. സ്തോത്രം, സ്തോത്രം. കൊമ്പില്ല. പണ്ട് കൊമ്പുണ്ടായിരുന്നു, ഇതിനകത്ത് വന്നപ്പോൾ കൊമ്പ് പോയി. സ്തോത്രം. ഹല്ലേലൂയ. എന്നൊക്കെ നമുക്കൊക്കെ ഒത്തിരി കൊമ്പുണ്ടായിരുന്നു, ആ കൊമ്പൊക്കെ ഒത്തിരി പോയിട്ടുണ്ട്. ഇനിയും ചില കൊമ്പൂടുണ്ട്, അതൊക്കെ പോകണം. സ്തോത്രം. ഹല്ലേലൂയ. അതിനറിയാം. ഹല്ലേലൂയ. നമ്മളെ ഏതിടയൻ്റെ കൂടെയാണ് ആയിരിക്കുന്നതെങ്കിൽ ഒരു ഇടയൻ്റെ ശബ്ദം നമ്മൾ കേട്ടിരിക്കും. ഏത് നിമിഷവും നീ മുന്നോട്ടോ നീ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ നീ പിന്നിൽ നിന്ന് നീ ഒരു ശബ്ദം കേൾക്കും. നീ തകരത്തില്ല കുഞ്ഞേ. സ്തോത്രം. ഞാൻ നിന്റെ കൂടെയുണ്ട്. ഹല്ലേലൂയ. നിന്റെ മാതാപിതാക്കൾ കൂടെയില്ലെങ്കിലും, നിന്റെ സഹോദരവർക്കും കൂടെയില്ലെങ്കിലും, നിന്നെ സ്നേഹിച്ചവൻ നിന്റെ കൂടെയില്ലെങ്കിലും, നിന്നെ തള്ളിപ്പറയുന്നവർ നിനക്ക് നിൽക്കുമ്പോഴും ഒരു ശബ്ദം നീ കേൾക്കും. ഞാൻ നിന്റെ കൂടെയുണ്ട്, ഞാൻ നിന്റെ ദൈവമാകുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. സ്തോത്രം. ഭ്രമിച്ചു നോക്കണ്ട. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. ആ ഇടയൻ നമ്മളെ ഈ ദിവസങ്ങളിൽ മടക്കിക്കൊണ്ടിരും. ആമേൻ. ദൈവം തൻ്റെ ഫെയ്ത്ത്ഫുള്ളായിട്ട് സ്റ്റെവേർഡ്സിൽ കൂടെ സംസാരിക്കും. ദൈവം തൻ്റെ വചനത്തിലൂടെ സംസാരിച്ചുകൊണ്ടിരിക്കും.
ആമേൻ. സ്തോത്രം. നമുക്ക് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. നമുക്ക് ഒന്ന് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. എന്നോട് സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഈ ദിവസങ്ങളിലും ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് ഞാൻ നിനക്ക് ആലോചന പറഞ്ഞു തരും. 32 സങ്കീർത്തനം പറയുന്നു, നടക്കേണ്ടുന്ന വഴിയെ ഞാൻ നിന്നെ പഠിപ്പിക്കും. ദൃഷ്ടി വെച്ച് എന്നോട് ആലോചന. ഏതെങ്കിലും ആലോചനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ടെങ്കിൽ ചില വിഷയങ്ങൾ കർത്താവ് എങ്ങനെ ഇതിനെ മറികടക്കും, ഇതിന് സൊല്യൂഷൻ എന്താണെന്ന് ചോദിച്ച് പലയിടത്തും പോയിട്ടും ഉത്തരം കിട്ടാത്ത ചില വിഷയങ്ങളുണ്ടെങ്കിൽ ഇന്ന് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. കർത്താവ് അടുത്ത ആഴ്ച ചെയ്യേണ്ടത് നേരിടുന്ന ചില വിഷയങ്ങൾ, കർത്താവ് ഞാൻ അതിനെങ്ങനെ മറികടക്കും എനിക്കറിയത്തില്ല. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കർത്താവ് എനിക്കൊരു ആലോചന ആവശ്യമുണ്ട്, അവിടെ നിന്നോട് സംസാരിക്കണമേ. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വ്യക്തമായി ഇടപെട്ടിരിക്കും. ദൈവത്തിൻ്റെ വിശ്വസ്ത ദാസന്മാർ ദൈവം ഇടപെടും. ദൈവം ഒരു പക്ഷേ ഇടപെടുന്ന ഒരു വചനത്തിലൂടെ ആയിരിക്കാം, ഒരു ഇന്നർ കൺവിക്ഷനിലൂടെ ആയിരിക്കാം, പരിശുദ്ധാത്മാവ് തരുന്ന ഒരു ഉറപ്പിലൂടെ ആയിരിക്കാം. ഒരുപക്ഷെ പലപ്പോഴും ദൈവം നമ്മൾ ശാസിക്കും കേട്ടോ. സ്തോത്രം. കാരണം ശാസിക്കുന്ന മകനെ ശാസിക്കാതെ ഏത് അപ്പനാണ് ഉള്ളത്? ആ ശാസന ഞാൻ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. അവൻ്റെ കയ്യിൽ നിന്ന് അടി കിട്ടിയിട്ടുണ്ട്. ഞാനതിനായിട്ട് ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. പക്ഷേ തള്ളത്തില്ല. ഹി വിൽ കറക്റ്റ് യു. കറക്ഷൻ നമ്മുടെ ജീവിതത്തിൽ വരും. പക്ഷേ ഇന്ന് കർത്താവ് നമ്മളെ അതിലൂടെ എല്ലാം കർത്താവ് വഴി നടത്തുകയാണ്. തൻ്റെ ദാസന്മാരുടെ ദൈവം ഇടപെടും, വചനത്തിലൂടെ കർത്താവ് ഇടപെടും. ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ പാട്ട് പാടാൻ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ഒരു പുതിയ അർത്ഥം എൻ്റെ ജീവിതത്തിലേക്ക് കർത്താവ് നൽകണമേ. പല കാര്യങ്ങൾ സംസാരിച്ചെങ്കിലും നമുക്ക് പൂർണ്ണമായിട്ടും പലതും തിരിച്ചറിയാൻ കഴിയാതിരിക്കുമ്പോഴും ഇന്ന് പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തട്ടെ. എൻ്റെ മുന്നോട്ടുള്ള ആയുസ് കർത്താവേ, ശേഷിക്കുന്ന ഈ ആയുസ്സിൽ ദൈവം അങ്ങേക്ക് വേണ്ടി പ്രയോജനപ്പെടുവാൻ, ദൈവിക വാഗ്ദത്തങ്ങൾ നിവൃത്തീകരിക്കപ്പെടുവാൻ, ദൈവേഷ്ടം ചെയ്ത വാഗ്ദത്തം പ്രാപിക്കുവാൻ, അവിടുത്തെ പൂർണ്ണ പ്രസാദത്തിനായിട്ട് എൻ്റെ ജീവിതമായി തീരുവാൻ, എന്നെ കണ്ട അനേക വ്യക്തികൾ അങ്ങനെ മഹത്വപ്പെടുത്തുവാൻ ഈ ദിവസം ഇടയാക്കുവാനായിട്ട് എന്നോട് ഇടപെടണമേ. പാട്ടുപാട് നമുക്ക് താഴെ പറയുന്ന താഴെ എന്നോട് സംസാരിക്കണം. നമ്മൾ ഈ ദിവസങ്ങളിൽ ഇടയൻ്റെ ശബ്ദം, അതെ, മഹായിടയൻ്റെ ശബ്ദം കേൾക്കാൻ സമയമായിട്ടുള്ളൂ. ആ ശബ്ദം ഇതാണെന്ന് പറയുന്നത്, ഇവിടെ കയറി വരിക. ആ ശബ്ദം കേൾക്കാൻ പോകുന്നത് ഇതിനകത്തിരിക്കുന്ന ദൈവമക്കളായിരിക്കും ഞാൻ വിശ്വസിക്കുന്നു. ഇടയൻ്റെ ശബ്ദം ഭൂമിയിൽ കേൾക്കുന്ന ദൈവമക്കൾ കർത്താവ് തേജസ്സിൻ്റെ പ്രത്യക്ഷതയിൽ കർത്താവ് യേശുക്രിസ്തു വാനമേഘത്തിൽ വെളിപ്പെടുമ്പോൾ ഇവിടെ കയറി വരിക എന്നൊരു ശബ്ദം കേൾക്കാൻ പോകുന്നത് ആമേൻ നമ്മളാണെന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ, ആ ഇടയൻ്റെ ശബ്ദം ഇന്ന് നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിൽ ആ ഇടയ ശബ്ദം കേൾക്കുന്ന ദിവസമുണ്ട്. ഹല്ലേലൂയ. തേജസ്സുള്ള ശരീരം പ്രാപിക്കുന്നൊരു ദിവസമുണ്ട്. ഹല്ലേലൂയ. ഈ ഭൂമിയുടെ ഗുരുത്വാകർഷണത്തെ കടന്ന് ആമേൻ സ്വർഗത്തിലേക്ക് ഉയർത്തപ്പെടുന്ന ഒരു ദിവസമുണ്ട്. ഇടയൻ്റെ ശബ്ദം കേട്ടാൽ ഏറ്റവും വലിയ ഭാഗ്യം അതാണ് ഏറ്റവും വലിയ ഭാഗ്യം കേട്ടോ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ആ ഭാഗ്യത്തിനായിട്ട് നമുക്ക് ദൈവത്തെ സ്തോത്രം ചെയ്യാം. ഒരു പാട്ട് പാടി കഥാവിന് മഹത്വം കൊടുത്തോടെ നമുക്ക് മടങ്ങി പോകാം.
ഹാലലൂയ, ഹാലലൂയ, ഹാലലൂയ. കർത്താവ് മഹൽദിനത്തിൽ കർത്താവിനെ കണ്ടുമുട്ടുന്ന ആ ദിവസത്തിനായിട്ട് മഹാസന്തോഷത്തിലേക്ക് കർത്താവ് നമ്മൾ നയിക്കുന്നതിനായിട്ട് നമുക്ക് ദൈവത്തെ സ്തോത്രം ചെയ്യാം. ഹാലലൂയ, ഹാലലൂയ, ഹാലലൂയ. സ്വർഗപിതാവാം ദൈവത്തിൻ്റെ സ്നേഹപുത്രനാം യേശുക്രിസ്തുവിൻ്റെ കൃപ ആശ്വസിപ്പിച്ച് നമ്മെ വഴി നടത്തുന്ന പരിശുദ്ധാത്മയുടെ സഹവാസം സാന്നിധ്യം നമ്മളെല്ലാവരും കൂടെ കർത്താവിൻ്റെ വരവിലേക്കും കേൾപ്പിക്കപ്പെട്ട വചനത്തോടും ലോകമെമ്പാടുമുള്ള വിശുദ്ധന്മാരുടെ കൂടിയിരിക്കുമാറാകട്ടെ. അറുക്കപ്പെട്ട കുഞ്ഞാടായ യേശുക്രിസ്തുവിൻ്റെ മാത്രം മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവേ